സ്നേഹമുള്ളവരെ, ഇപ്പം നിങ്ങളെല്ലാവരെയും ഇരുത്തി ഈ പ്രാർത്ഥന ഇങ്ങനെ നിർവഹിച്ചു. സാധാരണ പ്രാർത്ഥന നടക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് പതിവ്. ഗുരുധർമ്മ പ്രചരണ സഭ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ രണ്ട് പ്രാർത്ഥന, ഓം രമണേ മൂർത്തിമതേ ദൈവമേ കാത്തുകൊള്ളുക, ഈ രണ്ട് പ്രാർത്ഥനയും ഗുരുദേവനെ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലണം. അതൊരു സാധനയായിട്ടാണ്, ഒരു ആത്മസാധനയായിട്ടാണ്. ആ പ്രാർത്ഥന ഇരുന്നു കൊണ്ടാണ് ചൊല്ലേണ്ടത്. ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒരു ഔപചാരികം എന്ന നിലയിൽ ഒരു പ്രാർത്ഥന ചൊല്ലാം. ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന സർവ്വസാധാരണമായൊരു കാര്യം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവദശകം ചൊല്ലുവാന്നാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുക. ഒരു പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞാൽ ഉടൻ തന്നെ ദൈവദശകം അവിടെ നിന്ന് 10 ശ്ലോകവും ചൊല്ലും. പ്രാർത്ഥന അതല്ല. ഒരു സമ്മേളനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഔപചാരികമായൊരു ചടങ്ങെന്ന നിലയിലാണ് ഒരു പ്രാർത്ഥന ചൊല്ലുന്നത്. അതിന് ഏതെങ്കിലും ഒരു പദ്യം ചൊല്ലിയാൽ മതി. ഈ ദൈവദശകം തന്നെ എല്ലായിടത്തും ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലേണ്ട കാര്യമില്ല. കുമാരനാശാൻ്റെ ചന്തമേറിയ പൂവിലും ഒരു പദ്യം ചൊല്ലുക. അതുപോലെ ഗുരുദേവൻ്റെ തന്നെ വേറെ ഏതെങ്കിലും പദ്യം ചൊല്ലുക. എല്ലായിടത്തും ഈ ദൈവദശകം 10 ശ്ലോകം ചൊല്ലുന്നത് അതൊരു മുഷിപ്പ് പോലെയാണ്. പ്രാർത്ഥനയ്ക്കാണ് ദൈവദശകം ഉപയോഗിക്കുന്നത്. അത് രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥന സാധനയായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ദൈവദശകം മുഴുവനും ചൊല്ലി പ്രാർത്ഥിക്കണം. അത് ഗുരുവിൻ്റെ ഈശ്വരൻ്റെ കാരുണ്യ അനുഗ്രഹം നേടാൻ വേണ്ടിയാണ്. മറ്റേ പ്രാർത്ഥന സമ്മേളനത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന ഒരു ചടങ്ങാണ്. അവിടെ ഈശ്വരാനുഗ്രഹം അല്ല ഉദ്ദേശിക്കുന്ന ഒരു ചടങ്ങ് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പദ്യം ചൊല്ലിയാൽ മതി. ഇനി അഥവാ ദൈവദശകം തന്നെ ചൊല്ലുന്നെങ്കിൽ ഒരു പദ്യം ചൊല്ലുക. എന്തോ ആ കല്യാണത്തിൽ ചൊല്ലിക്കോട്ടെ, അത് നല്ലതാണ്. വധുവരന്മാർക്ക് അനുഗ്രഹം നൽകാൻ വേണ്ടി ദൈവദശകം ചൊല്ലുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഗുരുധർമ്മ പ്രചരണ സഭയുടെ യോഗം ചേരുമ്പോൾ, യോഗം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇതുപോലെ പ്രാർത്ഥന ചെയ്യുന്ന ശീലം ഉണ്ടാക്കണം. ഗുരുധർമ്മ പ്രചരണ സഭയ്ക്ക് തനതായ ഒരു ശൈലി ഉണ്ടാകണം. SNDP യോഗമോ മറ്റേതെങ്കിലും ഗുരുദേവ പ്രസ്ഥാനങ്ങളോ പിന്തുടരുന്നതിനും വ്യത്യസ്തമായി ഗുരുധർമ്മ പ്രചരണ സഭയ്ക്കുള്ളൊരു ശൈലി എന്താണ്? ഗുരുദേവൻ്റെ ഫോട്ടോ വെച്ച് പ്രതിജ്ഞ ചെയ്യും, എൻ്റെ ജീവിതത്തിൽ മദ്യം എടുക്കില്ല, കൊടുക്കില്ല. ഗുരുദേവൻ വിഭാവനം ചെയ്ത ഏകലോക ദർശനം പ്രാവർത്തികമാണ്. അപ്പോൾ അതിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ഗുരുധർമ്മ പ്രചരണ സഭ. അപ്പം അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നൊരു സമ്പ്രദായമൊന്നും SNDP യോഗത്തിലൊക്കെ ഉണ്ടോ? ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഈ SNDP യോഗം ഉള്ളപ്പോഴെന്തിനാ ഗുരുധർമ്മ പ്രചരണ സഭ സ്ഥാപിക്കുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പറയണം, ഗുരുദേവൻ്റെ കൽപ്പനയാണ് ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ ഉണ്ടാകണം. അതെങ്ങനെ പ്രവർത്തിക്കണം? ഗുരുവിൻ്റെ ആദർശമനുസരിച്ച് പ്രവർത്തിക്കണം. ഈ മദ്യവിമുക്ത പ്രതിജ്ഞ എടുക്കണം. മദ്യം എടുക്കില്ല, കൊടുക്കില്ല എന്ന് ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച് പ്രതിജ്ഞ ചെയ്യണം. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിജ്ഞയൊന്നുമില്ല SNDPയെ സംബന്ധിച്ചൊന്നും. മാത്രമല്ല SNDP യോഗത്തിൻ്റെ മീറ്റിങ്ങിൽ മീനും ഇറച്ചിയും സർവ്വസാധാരണമാണ്. ഇപ്പോൾ
മീനും ഇറച്ചിയും ഉണ്ടെങ്കിലേ യോഗമാകുള്ളെന്നാണ്. മഹാപാപമാണ് കേട്ടോ. അങ്ങനെ ഇറച്ചിയും വിളമ്പും മീനും വിളമ്പുന്ന ഒരു SNDP മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുത്താൽ സധൈര്യം ഇറങ്ങിപ്പോകണം. ഞാനിതിൽ പങ്കെടുക്കുന്നില്ല, ഇതിൽ ഞാൻ പങ്കാളിയല്ല, എനിക്കിതിന് ആവശ്യമില്ല. ഗുരുദേവൻ അരുളി ചെയ്തിട്ടുള്ളതാണ് മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, ശവക്കറിയാണ്. അത് പരിപൂർണമായി എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ശരി, നീ വീട്ടിൽ വെച്ച് അല്പം പുഴുങ്ങി കഴിച്ചോ, വീട്ടിൽ വെച്ച് നീ അല്പം പുഴുങ്ങി കഴിച്ചോ. പക്ഷേ ഗുരുദേവൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പ്രാർത്ഥനയും ചൊല്ലിയിട്ട് അവിടെ മീനും ഇറച്ചിയും വിളമ്പുന്നത് ശരിയല്ല. അത് മഹാപാപ അപരാധമാണ്. ഈ SNDP യോഗത്തിൽ ഈ അടുത്ത കാലത്താണ് ഈ സമ്പ്രദായം ആരംഭിച്ചത്. ഈ വെള്ളാപ്പള്ളി നടേശൻ വന്ന് സെക്രട്ടറി ആയതിനു ശേഷം ആരംഭിച്ച പരിപാടിയാണ്. അതിന് മുമ്പുള്ള ഒരു യോഗ നേതാക്കന്മാരും അതിന് ധൈര്യപ്പെട്ടിട്ടില്ല. ഇവിടെ ആരെയും കുറ്റം പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ പറയും സ്വാമി കുറ്റം പറയുന്നതല്ല, ഒരു വാസ്തവം പറയുകയാണ്. SNDP യോഗത്തിൽ അത് സംഭവിക്കാൻ പാടുള്ളതല്ല. ശക്തമായിട്ട് അതിനെതിരെ നിലപാട് എടുത്ത് മുന്നോട്ട് തന്നെ പോകാൻ ഗുരുദേവ ഭക്തന്മാർക്ക് സാധിക്കണം. ഞാനൊരു മീറ്റിങ്ങിൽ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയാം, സ്വാമി ഞങ്ങൾ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഈ ഇറച്ചിയും മീനും ഒക്കെ വിളമ്പും. അപ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളൊരു കാര്യം ഗുരുദേവൻ്റെ ഫോട്ടോ എടുത്ത് തിരിച്ചു വെക്കും. ഗുരു കാണണ്ടെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, ശവക്കറിയാണ്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്. ഇത് ഓർക്കുകയിൽ നാം കൊല്ലുന്നത് എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. ഈ കോഴിയെയും അതുപോലെയുള്ള മാട് വർഗ്ഗങ്ങളെയും ഒക്കെ എങ്ങനെ കൊല്ലും, കൃപയില്ലാതെ എങ്ങനെ അതിനെ തിന്നാൻ പാടില്ല എന്ന് ഗുരു പറയുക. എൻ്റെ പൊന്നു ഗുരുദേവ, എനിക്ക് അത് പൂർണ്ണമായിട്ടും അനുസരിക്കാൻ പറ്റുന്നില്ല ഗുരു. അപ്പോൾ ഗുരു ഒന്ന് കണ്ണടച്ചിട്ട് പറയും, ശരി നീ അല്പം അങ്ങനെ നിർബന്ധമാണ് വീട്ടിൽ വെച്ച് പുഴുങ്ങി തിന്നു. പക്ഷെ അത് നിയന്ത്രിക്കണം, നീ നിർത്തണം. നിൻ്റെ ആവശ്യമില്ല. നിൻ്റെ ശരീരപ്രകൃതി സസ്യബുക്കിൻ്റേതാണ്, മാംസബുക്കിൻ്റേതല്ല. അപ്പോൾ ആ കൽപ്പന അനുസരിക്കാൻ, അനുഷ്ഠിക്കുവാൻ ഏതൊരു ഗുരുദേവ ഭക്തനും എപ്പോഴും തയ്യാറായിരിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. പ്രാർത്ഥന ഗുരുധമ്മ പ്രചരണ സഭയുടെ യോഗത്തിൽ ധ്യാനാത്മകമായ ഒരു പ്രാർത്ഥനയാണ് നിർവഹിക്കേണ്ടത്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ആദ്യം ഓം ബ്രഹ്മണേ മൂർത്തിമതേ, അത് കഴിഞ്ഞ് ദൈവമേ കാത്തുകൊള്ളുക, ഈ രണ്ട് പ്രാർത്ഥനയും ചെയ്യണം. ചില സ്ഥലത്തൊക്കെ ഞാൻ കാണുന്ന ഒരു സ്ഥിതി, ആദ്യം ദൈവമേ കാത്തുകൊള്ളുമെന്ന് ചൊല്ലും. ആദ്യം ദൈവമേ കാത്തുകൊള്ളുമെന്ന് ചൊല്ലിയിട്ട് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ചൊല്ലും. പ്രാർത്ഥന അനുഷ്ഠാനമാണ്, ഒരു ക്രമമാണ്. പ്രാർത്ഥനയ്ക്കൊരു വിധിയുണ്ട്. ആ വിധിയിൽ ആദ്യം ദീർഘം പ്രണവം ഉച്ചാര്യ, പ്രണവം ഓങ്കാരം ആദ്യം ദീർഘമായി 3 പ്രാവശ്യം ചൊല്ലണം. അത് കഴിഞ്ഞ് ഗുരുധ്യാനമാണ്. അതാണ് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു. അത് കഴിഞ്ഞ് നാം ആരെയാണോ ഗുരുവായി വരിച്ചിട്ടുള്ളത് ആ ഗുരുവിനെ നമിക്കണമെന്നൊരു വിധിയാണ്. നാം ഗുരുവായി വരിച്ചിട്ടുള്ളത് ഗുരുദേവനെയാണ്. അതുകൊണ്ട് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു കഴിഞ്ഞാൽ പിന്നീട് ഗുരുദേവനെ നമിച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിയിരിക്കണം. നാരായണമൂർത്തെ ഗുരുനാരായണമൂർത്തെ ചെല്ലാം, ഓം ബ്രഹ്മണേ മൂർത്തിമതേ ചെല്ലാം. ഇതൊന്നും അല്ലെങ്കിൽ ഗുരുദേവനെ സ്തുതിക്കുന്ന ഒരു പദ്യമെങ്കിലും ചൊല്ലിയിരിക്കണം. ഒരു പദ്യമെങ്കിലും ചൊല്ലാതെ ദൈവദശകം ചൊല്ലാൻ പാടില്ല. അത് വിധിയാണ്. പ്രാർത്ഥന ഒരു അനുഷ്ഠാനമാണ്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾ കയറി വന്നിട്ട് തേരാപ്പേര ഇങ്ങനെ ചൊല്ലി നടക്കും.
ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്തവർ ഇപ്പോൾ SNDP ശാഖകളിലും പല സ്ഥലത്തും വലിയ പ്രഭാഷകന്മാർ ധാരാളം വന്നിരുന്നുണ്ട്. ഈ പ്രഭാഷകന്മാർക്ക് ഒരു ചിട്ടയില്ല, അടുക്കുമില്ല, അതിൻ്റെ രീതി അറിഞ്ഞുകൂടാ. അവർക്ക് തോന്നുന്ന രൂപത്തിൽ ചൊല്ലും. ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് ചോദിച്ചപ്പോൾ വാഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അപ്പോൾ അടുത്തയാൾ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ ചൊല്ലി, വാഴണം വാഴണം സുഖം, വാഴണം വാഴണം സുഖം. ഈ പ്രഭാഷകന് ആ ചൊല്ലിയാണല്ലേ പറയാത്ത ചീത്തയില്ല. ഇടോ, ഗുരുദേവൻ 10 പദ്യമേ എഴുതിയിട്ടുള്ളൂ, താൻ പിന്നെ എന്തിനാണ് വീണ്ടും വാഴണം വാഴണം സുഖം, വാഴണം വാഴണം സുഖം എന്ന് ചൊല്ലിയത്? ശരിയല്ല, അത് വലിയ തെറ്റാണ്, വലിയ അപരാധമാണ്, അങ്ങനെ ചൊല്ലിയ വലിയ ദ്രോഹമാണ് എന്ന് പറഞ്ഞ് ഈ പ്രഭാഷകൻ ഇയാളെ എന്തൊക്കെ പറഞ്ഞെന്നറിയാം. സഹോദരങ്ങളെ, പ്രാർത്ഥന നമുക്ക് ഗുരുദേവനെ ധ്യാനിച്ച് ഉപാസിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അത് എത്ര ഉരുവിട്ടാലും ഒരു കുഴപ്പമില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉരുവിടാം. വാഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്നൊരു 108 പ്രാവശ്യം ചൊല്ലിയാലും നല്ലതാണ്. എത്ര പ്രാവശ്യം ചൊല്ലിയാലും അത് ഭംഗിയാണ്. അല്ലാണ്ട് ഒരു പ്രാവശ്യം വാഴണം വാഴണം സുഖം എന്ന് പറഞ്ഞ് സ്റ്റോപ്പ്, ഇനി ചൊല്ലാൻ പാടില്ല. അത് പ്രാർത്ഥനാക്രമമല്ല. അപ്പോൾ ഓരോ പ്രാർത്ഥനയും അങ്ങനെയാണ്. അത് നമ്മൾ അറിഞ്ഞ് അനുഷ്ഠിക്കാൻ തയ്യാറാണ്. നമ്മളിവിടെ പഠന വിഷയമാക്കിയിട്ടുള്ള സബ്ജക്റ്റ് ഗുരുദേവൻ്റെ ഈശ്വരീയ ഭാവം. അത് ഇന്നലെ പറഞ്ഞു വെച്ചു. ഗുരുദേവൻ പരമഗുരുവാണ്, പരമദൈവമാണെന്ന് പറഞ്ഞു വെച്ചു. അതിലൊന്നും ഇനി ആർക്കെങ്കിലും സംശയം ബാക്കി നിൽപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ഗേറ്റ് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രീനാരായണ ഗുരു സാമൂഹിക കർത്താവാ. ശ്രീനാരായണ ഗുരുവോ ഒരു പുണ്യപുരുഷനായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. ശ്രീനാരായണ ഗുരു ആരാ? ഒരു പുണ്യപുരുഷനായിരുന്നു, ദൈവസമാനായിരുന്നു കേട്ടോ. ഇതും പറഞ്ഞ് നടക്കരുത്. ശ്രീനാരായണ ഗുരു ആരാണ്? പരമദൈവമാണ്. ശ്രീനാരായണ ഗുരു ഞങ്ങളുടെ പരമദൈവമാണ്. അതിലാണ് കട പോലും വ്യതിചലിക്കരുത്. ആരെങ്കിലും ദൈവസമാനാണ് അല്ലെങ്കിൽ ദൈവഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ അവിടെ നിൽക്കേ എന്ന് പറഞ്ഞിട്ട് ഗുരുദേവകൃതി ആത്മവിലാസം എടുത്ത് കാട്ടിക്കൊടുക്കണം. ഇതാ ഗുരുദേവൻ എഴുതി വച്ചിരിക്കുന്നു, നാമും ദൈവവും ഒന്നായിരിക്കും. ധൈര്യപൂർവ്വം കാട്ടിക്കൊടുത്ത് പഠിപ്പിക്കണം. ഗുരുവിൻ്റെ ആ ഈശ്വരീയത സ്വയം നന്നായി പഠിക്കുകയും മറ്റുള്ള എല്ലാവരെയും പഠിപ്പിക്കുകയും ചെയ്യണം, പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ആ ആശയപ്രചരണത്തിൽ നമ്മളെന്നും മുമ്പിൽ തന്നെ ആയിരിക്കണം. ഇനി എന്താണ് ഗുരു ദൈവം തന്നെയാണ്. അപ്പൊ ഈ ദൈവം എന്താണെന്നുള്ളതും കൂടെ ഒന്ന് വിശദീകരിക്കാമോ? പറയാം. ആരാണ് ദൈവം? സംസ്കൃതത്തില് ദിവ എന്നുള്ള ധാതുവിൽ നിന്നുമാണ് ദൈവം എന്ന പദം ഉണ്ടായിട്ടുണ്ട്. ദിവ എന്നുള്ള ധാതു. ആ ദിവധാതുവിന് പ്രകാശസ്വരൂപൻ എന്നാണ് അർത്ഥം. ദിവധാതുവിന് പ്രകാശസ്വരൂപൻ. ദൈവം എന്ന പദത്തിനും ഗുരു എന്ന പദത്തിനും ഒരേ അർത്ഥമാണ്. ഗുരുവും പ്രകാശസ്വരൂപനാണ്. ഗു അന്ധകാരം, ജു നിരോധിച്ചത്. അന്ധകാരത്തെ നിരോധിക്കുന്നതാണ് ഗുരു. അന്ധകാരം മാറിക്കഴിഞ്ഞാൽ പിന്നെയുള്ളത് എന്താണ്? വെളിച്ചമാണ്. ഗുരു എന്ന് പറഞ്ഞാലും വാക്കിൻ്റെ അർത്ഥം വെളിച്ചം എന്നാണ്. ദൈവം എന്ന് പറഞ്ഞാലും വാക്കിൻ്റെ അർത്ഥം വെളിച്ചമെന്നാണ്. അതുകൊണ്ട് അധ്യാത്മശാസ്ത്രം ഘോഷിക്കുന്നു, ദൈവമേവ ഗുരു സാക്ഷാൽ ഗുരുവേവ ദൈവസ്വയം ഉഭയോരന്തരം കിഞ്ചിത് ന ദ്രഷ്ടവ്യം മുമുക്ഷുഭിः. ദൈവത്തിനും ഗുരുവിനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. രണ്ടും ഒന്നാണ്.
രണ്ടിൻ്റെയും സാമാന്യ ധർമ്മം പ്രകാശകത്വം. ഈ ജഗത്തിന് മുഴുവൻ കാരണഭൂതമായി നിലകൊള്ളുന്ന പരമചൈതന്യമാണ് ദൈവം. ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം എവിടെ നിന്നുണ്ടായി, എവിടെ നിലനിന്ന്, എവിടെ ലയിക്കുന്നുവോ അതാണ് ദൈവം. ഇത് ഉണ്ടായി നിലനിന്ന് ലയിക്കുന്ന ആ പരമമായ ചൈതന്യ വിശേഷം ദൈവമാണ്. ഇപ്പോൾ ഇതൊരു പദാർത്ഥമാണ്, ഇതൊരു മൊബൈലാണ്. ഈ പദാർത്ഥം സ്ഥൂലമാണ്. ഇതിനെ ചെറുതാക്കാം, കഷ്ണിക്കാം. ചെറിയ 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 കഷ്ണങ്ങളാകുമ്പോൾ ഇത് സൂക്ഷ്മമാകും. വീണ്ടും ഇത് ചെറുതാക്കാം. സൂക്ഷ്മത്തെയും ഈ ചെറുതായി കഴിയുമ്പോൾ ഇത് കണികകളാകും, അണുക്കളാകും. സ്ഥൂലം സൂക്ഷ്മം കാരണം. ഗുരുദേവൻ എഴുതിയിരിക്കുക ഗദ്യപ്രാർത്ഥനയിൽ, കാണപ്പെടുന്നതെല്ലാം സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. ദൈവം ആ പരമാത്മാവാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇങ്ങനെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും. ഇനി കാരണവും വിലയം പ്രാപിക്കും. കേവലം ഇത് മാറ്റർ മാറി എനർജിയായി, ശക്തിയായി രൂപാന്തരം പ്രാപിക്കും. എല്ലാ പദാർത്ഥങ്ങളുടെയും ആത്യന്തിക സ്വഭാവം എനർജിയാണ്, ശക്തിയാണ്. ശക്തിയുടെ സംഘാതമാണ് പ്രപഞ്ചം. ശക്തിയെ മാറ്ററാകുന്ന രൂപം പ്രാപിക്കുന്നു. മാറ്റർ വീണ്ടും ശക്തിയായിത്തീരും. മാറ്ററും എനർജിയും രണ്ടെണ്ണം നിൽക്കുന്നു. എവിടെ രണ്ടെണ്ണം നിൽക്കുന്നുവോ ആ രണ്ടിന് ആധാരം മൂന്നാമതായ ഒരു സത്യമാണ്. ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ വിപുലതയാർന്ന വിനോദ വിദ്യമായ വ്യവഹിതയായി വിലസുന്ന വിശ്വവീര്യം ഇവളിങ് അവതീർണയായിടും തന്നവയവം അണ്ടകടാഹ കോടിയാവും. നോക്കുക, ഗുരുദേവൻ്റെ ഓരോ വാക്കൊക്കെ എത്ര ഗംഭീരമാകുന്നു. ഗുരുദേവനെ പോലെ ഒരു മഹാശാസ്ത്രജ്ഞൻ, ആധുനികനായ ശാസ്ത്രകാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു വെച്ചു. അണ്ടകടാഹ കോടിയാകും. അണ്ടകടാഹ കോടി സൗരയൂഥമാണ്. സൗരയൂഥം എത്രയുണ്ട്? അനന്തമാണ്. അനന്തമാണ് സൗരയൂഥം. ആ അനന്തത്തെ വിശേഷിപ്പിക്കുന്നതാണ് അണ്ടകടാഹ കോടി. അപ്പോൾ അണ്ടകടാഹ കോടിയായിരിക്കുന്ന ഈ ദൃശ്യപ്രപഞ്ചം എങ്ങനെയുണ്ടായി? വിപുലതയാർന്ന വിനോദ വിദ്യമായ വ്യവഹതയായി വിലസുന്ന വിശ്വവീര്യം. ആ വിശ്വവീര്യമാണ് എനർജി. അത് മാറ്റഡായി പ്രപഞ്ചമായി. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് ഈ എനർജിക്കും ഈ മാറ്ററിനും ആധാരമായിരിക്കുന്നു. എവിടെ രണ്ടുണ്ടോ രണ്ടിന് ആധാരമായി മൂന്നാമതൊന്ന് കൂടിയത്. നമ്മളിപ്പോൾ ഈ കസേരയിരിക്കുന്നു, ഞാനും ഉണ്ട്, കസേരയുമുണ്ട്, എന്നെ താങ്ങുന്ന ഭൂമിയുമുണ്ട്. ചിന്തിച്ചോളൂ, എവിടെ രണ്ട് പദാർത്ഥമുണ്ടോ ആ രണ്ടിനാധാരം മൂന്നാമതൊന്ന് കൂടിയത്. ആ മൂന്നാമതായി നിൽക്കുന്നതാണ് ദൈവം. മനസ്സിലായ? ദൈവം മനസ്സിലായി. ഗുരു ആ ദൈവത്തെ ഉപാസിച്ച്, ദൈവമേ നിനക്ക് നീയും ഞാനും ഒന്നു തന്നെ എന്ന് കൈവരുന്ന തെന്നി അടിയനില്ല കാക്ഷിതം. നീയും ഞാനും ഒന്നായി തീരട്ടെ, ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അങ്ങനെ ദൈവവും ഗുരുവും ഒന്നായി താതാത്മ്യം പ്രാപിച്ചു. ഇന്നലെ ഞാനത് സവിസ്തരമായി പ്രതിപാദിച്ചു. ചെമ്പഴന്തിയിലെ നാരായണൻ ദൈവത്തെ വിലയം പ്രാപിച്ച് ദൈവം മാത്രമായി. ഗുരുദേവൻ്റെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം, കോഹമിതം കുതോ ജഗതിഥി സ്വാമിൻ മതത്വം പ്രഭു കഹ അഹം, ഞാൻ ആരാകുന്നു? ഇതം ജഗത് കുതഹ, ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഇവിടെ നിന്നുണ്ടായി. ഞാൻ ആരാകുന്നു എന്ന് ചോദ്യം ഉണ്ടായപ്പോൾ ഗുരു നൽകുന്ന ഉത്തരം എന്താണ്?
ത്വം ഹി ബ്രഹ്മ, അല്ലയോ കുഞ്ഞേ, നീ ബ്രഹ്മമാകുന്നു, നീ ഈശ്വരനാകുന്നു. ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുക, അല്ലയോ ഗുരു, ഞാൻ ആരാകുന്നു? അപ്പോൾ ഗുരു തിരിച്ചു പറയുക, കുഞ്ഞേ, നീ ദൈവമാകും. ശിഷ്യൻ ദൈവമാണെങ്കിൽ പിന്നെ ഗുരു ആരായിരിക്കണം? ദൈവത്തിൻ്റെയും ദൈവമാണ് ഗുരു. ഗുരുദേവൻ ഇങ്ങനെ വ്യക്തമായി ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ എഴുതി വെച്ചിട്ടാണ് നമ്മൾ തെക്കും വടക്കും നടക്കുക. ദൈവം ഉണ്ടോ? ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് ദൈവമില്ലെന്നാ. കളവങ്കോടത്ത് കണ്ണാടി വെച്ച് അറിഞ്ഞിട്ടില്ലേ? കളവങ്കോടത്ത് സ്വാമി കണ്ണാടി വെച്ചു, നിന്നേക്കാൾ വലിയ ദൈവമില്ലെന്നാണ് സ്വാമി പഠിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ അറിവില്ലായ്മയും കൊണ്ട് നടക്കുക. ഇന്ന് ഇതൊക്കെ ഒന്ന് വായിക്കാനും പഠിക്കാനും തയ്യാറാകുമോ? അതിന് തയ്യാറുമല്ല. ഇതൊക്കെ നല്ലവണ്ണം വായിച്ചു പഠിക്കണം. ഗുരുദേവൻ്റെ കൽപ്പനയുണ്ട്, വിവേകം താനേ വരുമോ? നല്ല പുസ്തകങ്ങൾ വായിക്കണം. വിവേകം താനേ വരുമോ? നല്ല പുസ്തകങ്ങൾ വായിക്കണം. ദിവസവും ഒരു മണിക്കൂർ നേരമെങ്കിലും പുസ്തകം വായിക്കണം. അത്താഴമൊക്കെ കഴിഞ്ഞ് ഗുരുദേവനെ എടുത്ത് എൻ്റെ പുസ്തകം വായിക്കണം. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കിടന്നുറങ്ങാതെ ഗുരുദേവൻ്റെ പുസ്തകം വായിക്കണം. അതൊരു ജീവിതത്തിൻ്റെ ചര്യയായി മാറണം, അനുഷ്ഠാനമായി മാറണം. എല്ലാ വീട്ടിലും ഒരു ചെറിയ ലൈബ്രറി ഉണ്ടാകും. മത്തി മീനും അയലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപയാണ് കളയുന്നത്? ഒരു മാസത്തിൽ ഈ മീനും ഇറച്ചി വാങ്ങിക്കുന്ന പൈസ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവനെ കുറിച്ചുള്ള എത്ര പുസ്തകം വാങ്ങാൻ പറ്റും? എന്താ ചിരിക്കുന്നത്? എൻ്റെ ഗുരുദേവ, എൻ്റെ സ്വാമി ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ ഇത് കേൾക്കത്തില്ല. ഞങ്ങൾ ശീലിച്ച മത്തി അയിലയും പോർക്കും തിന്നാതെ ഞങ്ങൾ പോകില്ല. ഞങ്ങൾ ഗുരുദേവനെ വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളിങ്ങനെ പിന്നെയും തെക്കും വടക്കും നടന്ന് പറയും, സ്വാമി സാമൂഹ്യ പരിഷ്കർത്താവാണ്, കളവങ്കോടത്ത് കണ്ണാടി വെച്ച ആളാണ് എന്നൊക്കെ ഞങ്ങൾ ഇനിയും പറഞ്ഞു നടക്കും. ഇതാണ് നമ്മുടെയൊക്കെ ചിന്താഗതി. അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടായി ഗുരുവിനെ അറിയുന്ന പഠിക്കുന്ന ഒരു ജനതയായി മാറണം. ഗുരുവിനെക്കുറിച്ച് എത്ര പുസ്തകം കിട്ടുമോ അത്രയും പുസ്തകം വാങ്ങണം. അതിന് കാരണം ഒരു പുസ്തകത്തിലില്ലാത്തത് മറ്റൊരു പുസ്തകത്തിലുണ്ടാകും. നമ്മുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യം ഗുരുദേവനെക്കുറിച്ച് ശരിയായ ഒരു നല്ല പുസ്തകം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഗുരുദേവനെക്കുറിച്ച് നല്ലൊരു ശരിയ പുസ്തകം ഉണ്ടായില്ല. ഞാൻ ഒരു 3-4 വർഷം മുമ്പ് അമേരിക്കയിൽ പോയി. അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഏഷ്യൻ വിഭാഗമുണ്ട്. ഏഷ്യൻ ലാംഗ്വേജുകൾ, ഹിന്ദിയുണ്ട്, പിന്നെ ഉറുദു ഉണ്ട്, തെലുങ്കുണ്ട്, ഇങ്ങനെ ഓരോ ഭാഷയും വന്ന് മലയാളമുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡിനെ ഞാൻ കണ്ടു. ഹെഡായിരിക്കുന്ന ആളിന് മലയാളം നല്ല ഭംഗിയായിട്ടറിയാം. സാഹിബിന് നന്നായി അയാൾ മലയാളം പഠിച്ചു വച്ചിരിക്കുന്നു. എം മുകുന്ദൻ്റെ വിലാപങ്ങൾ ഇംഗ്ലീഷിലേക്ക് അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഗുരുദേവനെക്കുറിച്ച് അറിയാമോ? ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഞാൻ അറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഗുരുവിനെക്കുറിച്ചൊരു പുസ്തകം എഴുതാമോ ഇംഗ്ലീഷിൽ? അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഇതുവരെയും നല്ലൊരു പുസ്തകം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഉടൻ തന്നെ നടരാജ ഗുരു എഴുതിയ വേർഡ് ഓഫ് ദി ഗുരു എന്നുള്ള പുസ്തകം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ അകത്ത് ഗുരുദേവൻ്റെ കുറച്ച് ദാർശനികത പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുരുദേവൻ ആരാണെന്ന് ആ പുസ്തകത്തിൽ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, MK സാനുമാഷൻ്റെ നാരായണ ഗുരുസ്വാമി എന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാനത് വായിച്ചിട്ടുണ്ട്. പക്ഷേ നാരായണ ഗുരുസ്വാമികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണം കുറേ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഗുരുദേവൻ്റെ യഥാർത്ഥ മഹത്വം അതിൻ്റെ അകത്തില്ല. അപ്പം ഞാൻ മൂർക്കോത്ത് കുമാരൻ എഴുതിയ ഗുരുദേവനെക്കുറിച്ചുള്ള ആദ്യത്തെ ജീവചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു. മൂർക്കോത്ത് കുമാരൻ്റെ ജീവചരിത്രത്തിൽ ഗുരുദേവൻ നിർവഹിച്ച കുറേ അത്ഭുത സിദ്ധികളും ഒക്കെ ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ട്.
അപ്പം പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് താങ്കൾ പറയൂ ഏറ്റവും നല്ല പുസ്തകം ഏതാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗുരുദേവനെക്കുറിച്ച് വന്നിട്ടുള്ള ചോദിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിച്ചു, പക്ഷേ എനിക്കൊരു പുസ്തകം വായിച്ചിട്ടും തൃപ്തി വന്നില്ല. അപ്പം എനിക്ക് വലിയ സന്തോഷമായി, കാരണം എൻ്റെ ചിന്തയും അങ്ങനെയാണ്. ഗുരുദേവനെക്കുറിച്ച് ഇറങ്ങിയിട്ടുള്ള മിക്കവാറും പുസ്തകങ്ങൾ ഞാൻ വായിച്ച് പോയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടും ഇതാണ് ഗുരുദേവൻ എന്ന് പറയാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു പുസ്തകം ഗുരുദേവനെക്കുറിച്ച് ഇന്ന് വരെ ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എന്തുക, നമ്മൾ പഠിക്കുക. ഗുരുദേവനെക്കുറിച്ച് കിട്ടാവുന്നത്രയും പുസ്തകം വാങ്ങി വീട്ടിൽ സൂക്ഷിച്ച് വായിക്കുക. ലൈബ്രറി നിറയെ പുസ്തകം വേണം. ശിവഗിരി വരുമ്പോഴെല്ലാം കുറേ പുസ്തകം വാങ്ങിച്ചിട്ട് പോകും. അത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഇവിടെ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഗുരുദേവൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകണം എന്നുള്ളൊരു ചർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഒരു പ്രശ്നം ഗുരുദേവൻ്റെ ജനന വർഷമാണ്. അത് 854, 855, 856, 1030, 31, 32. ഇതിലേതാണ് ശരി എന്നുള്ളതാണ്. ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ 1855 ഓഗസ്റ്റ് 28, 1031 ചിങ്ങം 14. ഇതാണ് ഗുരുദേവൻ്റെ യഥാർത്ഥ ബർത്ത്ഡേ. അതാണ് ശിവഗിരി മഠം അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ശിവഗിരി മഠം അംഗീകരിച്ചത് ഇപ്പോൾ PSC ടെസ്റ്റിന് എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. PSC ടെസ്റ്റിന് അവർ കൊടുത്തിരിക്കുന്നത് 856 എഴുതണമെന്നാണ്. ഇപ്പോൾ പല ആളുകൾ 856 എന്നാണ് എഴുതി നടക്കുന്നത്. പക്ഷേ 856 വെച്ച് ഗുരുദേവൻ്റെ ജയന്തി ആഘോഷിച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഭഗവാൻ കൽപ്പിച്ചത് ഷഷ്ടിപൂർത്തിക്ക്, നമ്മുടെ ഷഷ്ടിപൂർത്തി എന്നേ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞു. ഷഷ്ടിപൂർത്തിക്ക് കുമാരനാശാൻ ഒരു അഭിപ്രായം എഴുതി. കുമാരനാശാൻ എഴുതിയ ആ അഭിപ്രായം മാത്രം വെച്ചുകൊണ്ട് പഠിച്ചാൽ ഗുരുദേവൻ്റെ ജനനം 1855 കിട്ടും. പക്ഷെ കുമാരനാശാൻ എഴുതിയിട്ടുള്ളത് 856 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട പോയിൻ്റ്, ഒന്നാമത് ജന്മദിനം ഇല്ല. ഉണ്ടോ? ഒന്നാമത് ജന്മവാർഷികമേ ഉള്ളൂ. ഒന്നാമത് ജന്മദിനമില്ല, ഒന്നാമത് ജന്മവാർഷികമേ ഉള്ളൂ. 1916 മഹാകവി കുമാരനാശാൻ എഴുതിയിരിക്കുകയാണ്, ഇന്ന് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയായി. 60 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 60 വയസ്സ് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ 61ാമത്തെ ജന്മദിനമെന്നാണ്. മനസ്സിലായ? ഇന്ന് 60 വയസ്സ് പൂർത്തിയായി, 61ാം ജന്മദിനം. ഒന്നാം ജന്മദിനമില്ല, ഒന്നാം ജന്മവാർഷികമേ. 60ാമത് ജന്മവാർഷികം എന്ന് പറയുന്നത് 61ാം ജന്മദിനം. അപ്പോൾ 1916 നിന്നും ഈ പറഞ്ഞ സംഖ്യ കുറച്ചാൽ 1855 കിട്ടും. അതുകൊണ്ട് കുമാരനാശാൻ എഴുതിയ ആ വരി വെച്ചുകൊണ്ട് തന്നെ ഗുരുദേവൻ്റെ ജന്മ വർഷം പറയുമ്പോൾ 855 ആഗസ്റ്റ് 28, ജന്മവാർഷികം പറഞ്ഞാൽ 856. 1031 ജന്മദിനം, ജന്മവാർഷികം 56, 1032. മനസ്സിലായ? എല്ലാവർക്കും മനസ്സിലായ?
എന്തോ എന്തോ ചിങ്ങം 14 1855 ചിങ്ങമാസം 14, 1031 ചിങ്ങമാസം 14. മറ്റേത് ആഗസ്റ്റ് 28. 1855 ഓഗസ്റ്റ് 28 ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച രാവിലെ 6-6:15 മണിയാണ് ഗുരുദേവൻ്റെ ജനനസമയം. അതെല്ലാം കൂടെ ശിവഗിരിയിലെ സന്യാസിമാരെല്ലാവരുടെ ചേർന്ന് മുൻപ് ഒരു പഠനം നടത്തി. ഗുരുദേവൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആലോചിച്ച് പഠനം നടത്തി ഈ 55, 54, 55, 56 വർഷങ്ങളിൽ വെച്ച് ഒരു മഹാഗുരു ജനിക്കുവാൻ പര്യാപ്തമായ തീയതി ഏതാണെന്ന് നോക്കിയപ്പോൾ 855 ഇതുള്ളൂ. ഇനി മറ്റൊന്നുള്ളത് 1855 ഓഗസ്റ്റ് 28 ചിങ്ങം 14 ചതയനുണ്ട്. അതിന് മാറ്റമില്ല. 856 വെച്ച് നോക്കിയാൽ അന്ന് ചതയില്ല. ചിങ്ങം 14 അന്ന് ചതയില്ല. ആഗസ്റ്റ് 28 ചതയില്ല. ചതയത്തിനാണ് ഗുരുദേവൻ ജനിച്ചതെന്നുള്ള യാതൊരു സംശയമില്ലല്ലോ. 854 വെച്ച് നോക്കിയാൽ അന്ന് ചതയം കിട്ടുന്നില്ല. ചതയം കിട്ടുന്നത് 1855 ഓഗസ്റ്റ് 28 ചതയം കിട്ടും. ചിങ്ങം 14 ചതയം കിട്ടുന്നത്. ആ ചതയ ദിവസമാണ് ഒരു മഹാഗുരുവിൻ്റെ അവതാരത്തിന് ചേർന്ന എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്നു. പഞ്ചമഹായോഗങ്ങൾ ഒത്തുചേർന്ന സമയത്തുള്ള ജന്മമാണ് ഗുരുവിൻ്റേത്. അപ്പോൾ ഒരു ജ്യോത്സ്യൻ ഗണിച്ചാൽ ഈ 3 വർഷങ്ങളിൽ പഞ്ചമഹായോഗങ്ങൾ ഒത്തുചേർന്നൊരു മഹാഗുരുവിൻ്റെ ജനനത്തിന് ചേർന്ന വർഷം 855. ഇനി ആ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഇനി നാട്ടിൽ ചെന്നിട്ട് തിരുത്തി പറയല്ലോ കേട്ടോ. PSC മാറ്റണം. ഞാനതിനെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. PSCയിൽ ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട് തെറ്റായിട്ട്. അതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ശരി, അപ്പോൾ ആ ഒരു വിഷയം കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് ഗുരുദേവൻ വിവാഹം കഴിച്ചെന്നുള്ളതാണ്. വിവാഹബന്ധമേ വിട, ദാമ്പത്യബന്ധമേ വിട എന്നൊക്കെ പറഞ്ഞ് ചില ചരിത്രകാരന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. ദാമ്പത്യത്തിൽ നിന്നും സ്വാമി മോചിച്ചു. അത് ഭാര്യയും ഭർത്താവിനെ കഴിഞ്ഞാലേ ദാമ്പത്യ ബന്ധമാവുള്ളൂ. അങ്ങനെ ഗുരുദേവൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഒരു കാളി അമ്മയ്ക്ക് പുടവ കൊടുത്തു. അന്നത്തെ വിവാഹ രീതി അതാണ്. പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ട് മാലയിടണ്ട. പെണ്ണിന് പുടവ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരിക. ചെറുക്കൻ്റെ അനിയത്തിമാർ, സഹോദരിമാർ പെണ്ണിന് പുടവ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ചെറുക്കൻ കൈക്ക് പിടിച്ച് വീട്ടിലേക്ക് കയറ്റും. ഇന്ന് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ചെറുക്കൻ്റെ അമ്മ പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റുന്ന പോലെ അന്ന് ചെറുക്കൻ തന്നെ വീട്ടിലേക്ക് പിടിച്ചു കയറ്റും. വിവാഹത്തിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനമായി പാണിഗ്രഹണം. അതനുസരിച്ച് ഒരു കാളിയമ്മയ്ക്ക് പുടവ കൊടുത്ത് ഗുരുവിൻ്റെ സഹോദരിമാർ 3 പേരാ. കൊച്ചു, മാതാ, ദേവി. ഇവർ 3 പേരും ഗുരുദേവൻ്റെ അനുജത്തിമാരാണ് കേട്ടോ. അതൊരു വിവാദമാണ്. ചില ആൾ എഴുതി വെച്ചിട്ടുണ്ട് ഗുരുദേവൻ്റെ ചേച്ചിമാരാണ്, ഗുരുദേവൻ ഏറ്റവും ഇളയാളാണ്. അതും ആളുകളുടെ വിവരക്കേടാണ്. ഗുരുദേവനാണ് മൂത്തയാൾ. ഗുരുദേവൻ്റെ ഇളയതാണ് മൂത്ത 3 അനുജത്തിമാർ. ചെമ്പഴന്തിയിലെ ഗുരുദേവൻ്റെ വയൽവാരം വീട്ടിൽ നിന്ന് തന്നെ ഗുരുദേവനും കുടുംബാംഗങ്ങളുമായിട്ടുള്ള ചെറിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവർ, വയൽവാരം വീട്ടുകാർ. ആ ചെറിയ പുസ്തകം എൻ്റെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഗുരുദേവൻ മൂത്തയാൾ, ഗുരുദേവൻ്റെ സഹോദരിമാരാണ്, അനുജത്തിമാരാണ് ബാക്കി 3 പേരും. പിന്നെ ഗുരുദേവൻ്റെ അമ്മയുടെ പേര് കുട്ടിയമ്മ. ആ കുട്ടിയമ്മയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ചക്കിയമ്മ.
അത് ചെമ്പിഴയിൽ നിന്ന് ഇറക്കിയ പുസ്തകത്തിലുള്ള. പക്ഷെ അത് ഞാൻ വലിയ പ്രചാരം കൊടുക്കുന്നില്ല, നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഗുരുദേവൻ്റെ അമ്മ കുട്ടിയം, ഗുരുദേവൻ്റെ ജന്മവർഷം, ഗുരുദേവൻ ജനിച്ചത് മൂത്തയാള്, ഗുരുദേവൻ്റെ അനുജത്തിമാർ കൊച്ചു, മാതാ, ദേവി. ദേവിയെ ദേവി എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഗുരുദേവൻ്റെ വിവാഹം, ആ വിവാഹത്തിന് അന്ന് ഗുരുദേവന് ഏതാണ്ട് 25 വയസ്സ് പ്രായമാണ്. ഗുരുദേവന് 5 തെങ്ങിൽ ഒരു പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ, കൊടിപ്പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാനുള്ള ക്ഷണം കിട്ടി അവിടെ പഠിക്കാൻ പോയി. അപ്പോൾ 5 തെങ്ങിനടുത്ത് നെടങ്കണ്ടയിൽ ഗുരുദേവൻ്റെ അച്ഛൻ്റെ തറവാടുണ്ട്. ഗുരുദേവൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ മകൾ, അച്ഛൻ്റെ സഹോദരിയുടെ മകൾ അവിടെ കുടുംബസമേതം താമസിക്കുന്നുണ്ട്. ഗുരുദേവൻ ഇടയ്ക്ക് ആ വീട്ടിൽ പോകുമായിരുന്നു. ഗുരുദേവൻ ആതിഥ്യം നൽകുമായിരുന്നു, സൽക്കരിക്കുമായിരുന്നു ആ വീട്ടുകാർ, കാരണം ബന്ധക്കാരല്ലേ. അപ്പോൾ ഗുരുവിൻ്റെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചു, അവിടെയുള്ള കാളിയെ ഈ നാരായണന് വിവാഹം ചെയ്തു കൊടുക്കാം. മുറപ്രകാരം മാടനാശാൻ്റെ സഹോദരിയുടെ മകളുടെ മകൾ എന്ന് പറഞ്ഞാൽ മുറപ്രകാരം മകളായിട്ട് വരും. സഹോദരിയുടെ മകളുടെ മകൾ. അപ്പോൾ ഗുരുദേവൻ്റെ ആരായിട്ട് വരും? മകളായിട്ട് വരും. പക്ഷെ അന്ന് കേരളത്തിൽ ഒരു സമ്പ്രദായമുണ്ട്, ഇല്ലം. ഈഴവ സമുദായത്തിൽ അന്നുണ്ടായിരുന്ന ഇല്ലമുണ്ട്. ഇല്ലം സമ്പ്രദായത്തിൽ മൂട്ടില്ലം, ചോയില്ലം, മയ്യണാത്തില്ലം എന്നിങ്ങനെ 4-5 ഇല്ലങ്ങളുണ്ട്. ആ ഇല്ലത്തിൻ്റെ ക്രമം അനുസരിച്ച് സഹോദരിയുടെ മകളെ വിവാഹം ചെയ്യാം. ആ ഇല്ലത്തിൻ്റെ ക്രമം അനുസരിച്ചാണ് സഹോദരിയുടെ മകളെ വിവാഹം ചെയ്യുക. അത് വച്ചാണ് വാസ്തവത്തിൽ ഈ കാളിയമ്മയെ ഗുരുദേവന് ഭാര്യയാക്കാൻ നിശ്ചയിച്ചത്. ഇതൊന്നും ഒരു ചരിത്രകാരന്മാരും എഴുതിയിട്ടില്ല കേട്ടോ. ഗുരുദേവൻ്റെ ഒരു ജീവചരിത്രത്തിലും ഈ കാര്യമൊന്നുമില്ല. ഞാനതിനെക്കുറിച്ചൊക്കെ നല്ല അന്വേഷണം നടത്തി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആ ഇല്ലം സമ്പ്രദായത്തിൽ ഇന്നും കേരളത്തിലെ ഈഴവരുടെ ഇടയിൽ അപൂർവം ചില സ്ഥലങ്ങളിൽ ഈ ഇല്ലം ഇപ്പോഴും നിൽപ്പുണ്ട്. നിങ്ങളുടെ ഇടയിലേക്ക് വേണ്ട? ആ വേണ്ട. മൂട്ടില്ല ആണെന്ന് ഈ പുള്ളിക്കാരൻ. മൂട്ടില്ല ഉണ്ട്, ചോയില്ല ഉണ്ട്. മയ്യനാട് ഭാഗത്ത് ഇയാളെ മയ്യനാട് ഇല്ലക്കാരനാന്ന്. എന്തായാലും ഈ തോരണത്തില്ലം എന്തെങ്കിലും ഈ ഇല്ലപ്രകാരം കാളിയമ്മയെ ഗുരുദേവന് കല്യാണം കഴിക്കാം, സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കാം. അത് പ്രകാരം കാളിയമ്മയ്ക്ക് ഗുരുദേവൻ്റെ അനുജത്തിമാർ പോയി പുടവ കൊടുത്ത് കാളിയമ്മയെ ചെമ്പഴന്തി കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടുന്ന് പോകുമ്പോൾ ഗുരുദേവൻ വീട്ടിലുണ്ട്. അതിനു മുമ്പ് വിവാഹ കാര്യം ഗുരുദേവനോട് പറഞ്ഞപ്പം, വിവാഹമോ നമുക്കോ, വിവാഹത്തിനപ്പുറത്തുള്ള ഒന്നിനെ ഞാൻ തിരയുകയാണ് എന്ന് ഗുരുദേവൻ അരുളി ചെയ്തു. വിവാഹത്തിനപ്പുറത്തുള്ള ഒന്നിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയാണ്, എനിക്ക് തൽക്കാലം വിവാഹം വേണ്ട എന്ന് ഗുരു തീർത്തു പറഞ്ഞിരുന്നു. അങ്ങനെ തീർത്തു പറഞ്ഞാലും മാതാപിതാക്കൾ തീരുമാനിച്ച തീരുമാനമാണ്, അത് മക്കൾ അനുസരിക്കുകയെ നിവൃത്തിയുള്ളൂ. കാളിയമ്മ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത ഊഴം നാരായണനെ കൊണ്ട് പാണിഗ്രഹണ പിടിച്ച് വീട്ടിലേക്ക് അയറ്റണം. നാരായണൻ വീട്ടിലില്ല. അപ്പോൾ ഇവിടുന്ന് പോയപ്പോഴുണ്ടായിരുന്നതാണ്, ഇപ്പോൾ കാണുന്നില്ല വീട്ടിൽ. അടുത്ത വീട്ടിൽ പോയി സാധാരണ പോകുന്ന വീടുകളിലെല്ലാം പോയി, അവിടെയൊന്നും ആളില്ല. ചെമ്പഴന്തി ഗ്രാമങ്ങളിലില്ല. തിരുവനന്തപുരം പ്രദേശം ശംഖുമുഖം, വേളി, കൊച്ചുവേളി ഇവിടെയെല്ലാം തിരിഞ്ഞു, ഒരിടത്തുമില്ല.
വട്ടത്ത് ഇങ്ങനെ തട്ടവും പിടിച്ച് ഇങ്ങനെ രാവിലെ തൊട്ട് നിന്ന് വൈകുന്നേരം വരെ. പാണിഗ്രഹണം ഇല്ല എന്നറിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം ഈ ഗുരുദേവൻ്റെ അച്ഛൻ മാടനാശൻ പറഞ്ഞു, മോളെ അവൻ എപ്പോഴെങ്കിലും വരട്ടെ, നീ കയറി താമസിച്ചു. അങ്ങനെ കാളിയമ്മ ചെമ്പഴന്തിയിലെ വയൽവാര വീട്ടിൽ താമസം ആരംഭിച്ചു. ഒരു 5-6 മാസമായിട്ടും ഗുരുദേവൻ്റെ യാതൊരു വിവരവും ഇല്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ശാർക്കര ക്ഷേത്രമുണ്ട്. ഈ ശാർക്കര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. ഇപ്പോൾ കാളിയമ്മയ്ക്ക് ഇത് തന്നെ നല്ല അവസരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുദേവൻ്റെ അച്ഛനോട് പറഞ്ഞു, ശാർക്കര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക, നമുക്കൊന്നും അവിടെ പ്രവേശനമില്ലെങ്കിലും ദൂരെ നിന്ന് ഉത്സവം വീക്ഷിക്കുകയും കാണുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് എനിക്ക് ഉത്സവത്തിന് പോകണമെന്ന് പറഞ്ഞു. ചെമ്പഴി നിന്ന് തടി തപ്പാൻ വേണ്ടി കാളിയമ്മ എടുത്തൊരു അടവാണ്. അപ്പോൾ അന്ന് ഈഴവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വാത്തിമാരാണ്, ഈഴവാത്തികൾ, പൗരോഹിത്യ കർമ്മമൊക്കെ ചെയ്യുന്ന ഈഴവാത്തികളാണ്. ഇപ്പോഴും ഈഴവാത്തികൾ ചില സ്ഥലത്തുണ്ട്. കായംകുളത്തൊക്കെ ഉണ്ടല്ലേ? ആ, ഞാൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു വിവാഹ ചടങ്ങിന് പോയി. ഞാനിന്ന് സന്യാസിയല്ല, ബ്രഹ്മചാരിയാണ് കേട്ടോ. ബ്രഹ്മചാരിയായിട്ട് ഞാനൊരു നിജാൻ സ്വാമി എന്ന ഇവിടുത്തെ പ്രസിഡൻ്റാണ്. നിജാൻ സ്വാമിയൊക്കെ എന്നെയും കൂട്ടി വേറൊരു ലളിതനുണ്ടായിരുന്നു, ലളിതനെയും കൂട്ടി ഞങ്ങൾ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ അവനിങ്ങനെ അവിടെ നിന്ന് വട്ടം കറങ്ങുകയും കൈ കടിക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൂ എടുത്ത് വെക്കുകയും അതെല്ലാം ചെയ്തു. ഞങ്ങളിവരെ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്യുകയാണ്. ഏറ്റവും അവസാനം അവൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചൊറിഞ്ഞു പറഞ്ഞു, ചേട്ടാ ഞാനും ഈഴവാത്തിയാ ചേട്ടാ. അപ്പം അവൻ്റെ ധാരണ ഞാൻ ഈഴവാത്തിയാന്നാണ്. അപ്പോൾ ഈഴവാത്തി സിസ്റ്റമൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അന്ന് ആദിച്ചൻ എന്നുള്ള ഈഴവാത്തിയാണ് ഗുരുദേവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ആദിച്ചനോട് മാടനാശാൻ പറഞ്ഞു, ഈ മോളെയും കൂട്ടിക്കൊണ്ട് പോയി ഇവളെ വീട്ടിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ ആദിച്ചൻ കാളിയമ്മയെ കൂട്ടിക്കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ വിട്ടു. ഇതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് അഗസ്യാകൂടം മലയിൽ നായാട്ടിന് പോയ ആളുകൾ അവിടെ ഒരു ഗുഹയിൽ എന്തോ ഒന്ന് കണ്ടപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഒരാളിരിക്കുകയാണ്. അവസാനം അവർ കണ്ടുപിടിച്ചു, എല്ലും തോലും ഒക്കെ ഉള്ളൂ, ശരിയായിട്ട് ശരീരത്തിൽ മാംസം തന്നെ വളരെ കുറഞ്ഞിരിക്കുന്നു, ക്ഷീണിച്ചു വശനായിരിക്കുന്നു, ജ്വലിക്കുന്ന മുഖമാണ്, തിളങ്ങുന്ന കണ്ണുകളാണ്, അതിതേജസ്വിയായിരിക്കുന്ന നാണു ഭക്തനെ കണ്ടെത്തി. അവർ ചെന്ന് നമസ്കരിച്ചു, കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, ആ ചെമ്പഴന്തിയിലേക്ക് മടങ്ങി വരണം, കാളിയമ്മയെ ഭാര്യയായി സ്വീകരിച്ച് ജീവിതം നയിക്കണം. പക്ഷെ എത്ര പറഞ്ഞിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവർ തിരികെ പോയി വീട്ടിൽ ചെന്ന് മാടനാശാനോടും കൃഷ്ണൻ വൈദ്യരോടും രാമൻ വൈദ്യരും അമ്മാവന്മാർ അവരോട് പറഞ്ഞു. അവർക്ക് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി, ആളെ കണ്ടു കിട്ടിയല്ല. അവരുടൻ തന്നെ കാട് വെട്ടിത്തെളിച്ച് അഗസ്യാകൂടം മലയിലെത്തി ആളിനെ പിടികൂടി, മരുമകനെ പിടികൂടി, മകനെ പിടികൂടി. ആ കാളിയമ്മയെ ഭാര്യയായിട്ട് നീ സ്വീകരിക്കണം. ഈ കുടുംബത്തിലുള്ള ഒരേ ഒരു ആൺതരിയാണ്, മറ്റേ 3 പേരും പെൺകുട്ടികളാണ്. അതുകൊണ്ട് ഈ വംശം നിലനിർത്തണമെങ്കിൽ നീ വീട്ടിലുണ്ടാകണം, കുടുംബസമേതം ജീവിതം നയിക്കണമെന്നെല്ലാം നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് തീർത്തു പറഞ്ഞു. പോയവർ നിരാശരായി മടങ്ങിപ്പോയി. ഗുരുദേവൻ്റെ ഈ സംഭവം കേട്ടതിന് ശേഷമാണ് കാളിയമ്മ നെടുങ്കണ്ടയിലേക്ക് ശർക്കരയിൽ പോയതെന്ന് ഒരു പക്ഷമുണ്ട്. ഇതിന് ശേഷമാണ്. ഏതായാലും ഗുരു മടങ്ങി വരില്ല എന്നറിഞ്ഞപ്പോൾ ചെമ്പഴന്തിക്കാർക്കൊക്കെ വലിയ വിഷമമായി, ദുഃഖമായി. അപ്പോഴുണ്ട് ചെറുപ്പക്കാരുടെ ഒരു വിഭാഗം പോയി. ഇതുവരെ പോയത് കാരണവന്മാരൊക്കെയാണ്. ചെറുപ്പക്കാർക്ക് വളയമില്ലാതെ ചാടാം. കുടുംബജീവിതത്തേക്കും ലൗകിക ജീവിതത്തെക്കുറിച്ചൊക്കെ സവിസ്തരമായി സംസാരിക്കാം.
അങ്ങനെ ചെറുപ്പക്കാർ പോയി ഗുരുദേവൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി വലിയ ശ്രമം ആരംഭിച്ച് സംസാരം നടത്തിയപ്പോൾ ഗുരു അതൊന്നും വകവച്ചില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ബുദ്ധിമാനായൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ നിങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് കാളിയമ്മ ജീവിക്കുക. ആ കാളിയമ്മയുടെ ജീവിതം തകർത്തിട്ട് നിങ്ങൾ ഇവിടെ എന്ത് അഭിവൃദ്ധിയിലും എന്ത് ഉയർച്ചയിലും ആത്മീയതയിലും വന്നാലും ഒരു കാര്യവുമില്ല. ഒരു പെണ്ണിൻ്റെ ജീവിതത്തെ വെള്ളത്തിലാഴ്ത്തിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ കഴിയുന്നതെന്നൊക്കെ അയാൾ ആക്രോശിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ മൂലം ഒരു കാളിയമ്മ ദുഃഖിക്കാൻ പാടില്ല. കാളിയമ്മയ്ക്ക് ജീവിതം നൽകണമല്ലേ? ശരി, അങ്ങനെ ആയിക്കൊള്ളട്ടെ, കാളിയമ്മ ജീവിക്കട്ടെ, ഞാനും വരാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഗുരുദേവൻ തിരികെ പോന്നു. ചെമ്പഴന്തിയിലെത്തി. അവിടെ നിന്നും നേരെ നെടുങ്കണ്ടയിലേക്ക് വന്നു. ഇങ്ങനെ ഒരാൾ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വീട് നിറച്ച ആളായി. കാളിയമ്മ അതീവ സന്തോഷവതിയായി. ഗുരുദേവൻ വന്ന് കയറിയിരുന്നു. കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി. ഗുരുദേവന് കുടിക്കാനുള്ള പാല് കൊണ്ടുവച്ചു. ആ പാല് കുടിച്ചു. ഒരു പാത്രത്തിൽ പഴങ്ങൾ കൊണ്ടുവച്ചു. അപ്പം ഗുരുദേവന് പഥ്യമായ ആഹാരമാണ് ആ വീട്ടുകാർ നൽകിയത്. അവരെ നമ്മൾ ആദരിക്കണം, പാലും പഴവും. എന്നിട്ട് പഴം ഒന്നെടുത്ത് കാളിയമ്മയ്ക്ക് കൊടുത്തു. ഒന്ന് ഗുരുദേവനും കഴിച്ചു. ബാക്കിയുള്ളതെല്ലാം അവിടെയുള്ളവർക്ക് വിതരണം ചെയ്തു. കാളിയമ്മയെ അടുത്തേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഓരോരുത്തരും ജനിക്കുന്നത് ഓരോരുത്തരുടെ കർമ്മവശാൽ. കാളിയമ്മ ജനിച്ചത് കാളിയമ്മയുടെ കർമ്മവശാൽ. ഞാൻ ജനിച്ചത് എൻ്റെ കർമ്മവശാൽ. കാളിയമ്മയ്ക്ക് കാളിയമ്മയുടെ കർമ്മം ചെയ്യാനുണ്ട്, എനിക്ക് എൻ്റേതായ കർമ്മം ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആത്മസഹോദരി കാളിയമ്മേ ശുഭേ, നിന്നെ ആശീർവദിക്കുവാൻ വന്നു ഞാൻ സോദരി. യാത്ര പറയേണ്ടതല്ലേ, ഇനിയൊരു മാത്ര നേരം നിൽക്കാൻ പണി നൈഷ്ഠിക ബ്രഹ്മചര്യാവ്രതൻ ഞാൻ ശുഭേ. ആത്മസഹോദരിയായ കാളിയമ്മേ, നിനക്ക് മംഗളങ്ങൾ നേരുന്നു. ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി ജീവിക്കുന്നു. ഞാൻ യാത്രയാകുന്നു. കാളിയമ്മയുടെ ജീവിതം നയിക്ക്, ഞാൻ എൻ്റെ ജീവിതം നയിച്ചോട്ടെ. ഗുരുദേവൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഒരു മഹായാത്ര. ഗുരുദേവന് കാളിയമ്മയെ വിട്ടിട്ട് പോയത് ശരിയായ? ഈ കാളിയമ്മയെ കളഞ്ഞിട്ട് പോയത് ശരിയാണോ? എന്തോ സ്ത്രീയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ തെറ്റാണെന്ന് സ്ത്രീകൾക്ക് തോന്നിയേക്കാം. ആ സ്വീകരിച്ചതിനെ ഉപേക്ഷിക്കാൻ പറ്റൂ? ഗുരുദേവൻ സ്വീകരിച്ചോ ഭാര്യയായിട്ട്? വീട്ടുകാർ എന്തൊക്കെയോ ചില ചടങ്ങുകൾ നടത്തി. ആ ചടങ്ങ് പ്രകാരം കാളിയമ്മയുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായി, നാരായണൻ എൻ്റെ ഭർത്താവാണ്. ഗുരുദേവനുണ്ടായ സങ്കല്പം എന്താണ്? ഇതെൻ്റെ സഹോദരിയാണ്. ആ സങ്കല്പമേ ഉണ്ടായുള്ളൂ. ആ സങ്കല്പം അവരുടെ മനസ്സിൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ജീവിതമില്ല. ഗുരു കാരുണികനാണ്, അനുകമ്പ മൂർത്തിയാണ്. ആ ഗുരു അവിടെ തപസ് നിർത്തി വെച്ചിട്ട് താൻ മൂലം ഒരു പെണ്ണ് ദുഃഖിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ആ പെണ്ണിന് ജീവിതം നയിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കാരുണ്യപൂർവ്വം അവർക്ക് മാർഗനിർദ്ദേശം നൽകി അനുഗ്രഹിച്ചു. ഗുരുദേവൻ്റെ അപാരമായ കാരുണ്യമാണ് നമ്മളിവിടെ കാണേണ്ടത്. കാരുണ്യമൂർത്തിയായിരുന്നു ഗുരു. ആ കാളിയമ്മയ്ക്ക് ഗുരു ജീവിതം നൽകാൻ അവരുടെ ഭവനത്തിലെത്തി മാർഗനിർദ്ദേശം നൽകിയിട്ട് ഗുരു മഹാപ്രയാണം ആരംഭിച്ചു. ഗുരുദേവൻ്റെ വിവാഹം എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ഗുരുദേവൻ വിവാഹത്തിനായോ? വ്യക്തമായി നമ്മൾ ധരിച്ചു വെക്കണം. ഓ ആ
ഒരു എപ്പോഴും നമ്മൾ വായിക്കുന്നവർക്ക് അനുവാചകന് മ്ലേച്ഛമായി തോന്നുന്ന രീതിയിലേക്ക് ഒത്തിരി കാണില്ലെങ്കിലും അല്പം മാറ്റി എന്തോ ഇവിടുത്തിറങ്ങിയ ഗുരുപദം എന്ന് പറഞ്ഞ മടിയില് നാരായണ ഭക്ത തിയേറ്ററുണ്ട്. ശിവഗിരിയിൽ നിന്ന് ഇറങ്ങിയ ഗുരുപദം കേരളകോതിയല്ലേ ഇറങ്ങിയത്, അല്ലാണ്ട് ശിവഗിരി മഠമല്ല. ഈ മുകുന്ദൻ എഴുതിയതും അല്ല, ഇയാള് പെരുമ്പടം ശ്രീധരൻ എഴുതിയതും സുരേന്ദ്രൻ എഴുതിയതൊക്കെ മഹാ അപരാധമാണ്, വലിയ തെറ്റാണ്. ഞാൻ പറയുന്നത് ഈ ഗുരുഭക്തന്മാർക്ക് പ്രതികരണ ശേഷിയില്ല. നല്ല പ്രതികരണ ശേഷിയും ഗുരുഭക്തിയുള്ള ആളുകളാണെങ്കിൽ അവിടെ ചെന്ന് അവൻ്റെ കന്നത്ത് 2 അടിയും കൊടുക്കുമായിരുന്നു. ഞാൻ തമാശ പറയില്ല, ഈ കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഭാഷ ഞാൻ വായിച്ചതാണ്. എത്ര വൾഗറായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അറിയാമോ ഈ പെരുമ്പടവും. അതുപോലെ കെ സുരേന്ദ്രനും. അപ്പോൾ എന്തായാലും വാസ്തവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച വേണ്ട. ഇനി അടുത്ത വിഷയം ഗുരുദേവനും ചട്ടമ്പി സ്വാമിയുമായിട്ട് ഗുരുശിഷ്യ ബന്ധമുണ്ടെന്നുള്ള ഒരു വലിയ അഭിപ്രായമാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരു 48 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ച് എഴുതിയിട്ടുള്ള മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ അറിവ്, ധാരണ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്പം അഹങ്കാരത്തോടു കൂടി പറയാം, ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചതുപോലെ ഒരാളും പഠിച്ചതായി കാണുന്നില്ല. നിങ്ങൾക്കത് വലിയ വിഷമം തോന്നാറുണ്ട്. എന്തുകൊണ്ട് ശ്രീനാരായണ സമൂഹം ഈ സബ്ജക്റ്റ് പഠിക്കുന്നില്ല? ധാരാളം പ്രഭാഷകന്മാരുണ്ട്, വ്യാഖ്യാതാക്കളുണ്ട്, പ്രചാരകന്മാരുണ്ട്. പക്ഷെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആഴത്തിൽ സവിസ്തരമായി ആരും പഠിച്ചു കാണുന്നില്ല. ഞാനതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചറിഞ്ഞിട്ട് 2 വർഷം മുമ്പ് നടന്ന ശിവഗിരി തീർത്ഥ നമ്മുടെ ധർമ്മസംഘത്തിൻ്റെ പരിഷത്തിന് ഒരു സബ്ജക്റ്റായി എടുത്ത് ഞാനൊരു പ്രഭാഷണം ചെയ്തത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ചട്ടമ്പി സ്വാമിയും ഗുരുദേവനുമായിട്ടുള്ള ബന്ധം. ആ യൂട്യൂബിൽ നിന്ന് നിങ്ങളത് എടുത്ത് കേൾക്കണം. ഏതാണ്ട് 2 മണിക്കൂർ നേരം ഉണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങളെല്ലാം സവിസ്തരമായി കേൾക്കണം, ക്ഷമ കാണിക്കണം. ക്ഷമയുണ്ടെങ്കിലേ മുഴുവനും കേൾക്കാൻ പറ്റൂ. നമുക്കുള്ളത് ക്ഷമയില്ല. അത് വായിക്കാനും പഠിക്കാനും നമുക്ക് ക്ഷമയില്ല. ഗുരുദേവൻ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനാണെന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകൾ വായിച്ചങ്ങ് വിടും. വേറെ ചില ആളുകൾ 2 തെറി പറയും, 2 ചീത്ത പറയും, എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പോകും. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ആ സബ്ജക്റ്റ് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സാധിക്കും. ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് ആദ്യകാലത്ത് ഇറങ്ങിയ പുസ്തകങ്ങളിൽ ഒന്നിലും ഗുരുദേവൻ ശിഷ്യനല്ല. ചട്ടമ്പി സ്വാമിയുടെ ആദ്യത്തെ ജീവചരിത്രം ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് വന്നത് 1910-ലാണ്. അതിൻ്റെ അകത്ത് ഗുരുദേവൻ ശിഷ്യനല്ല. ശിഷ്യന്മാരുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ ഗുരുദേവൻ ശിഷ്യനല്ല. അത് 1910. 1911 ഒരു പുസ്തകം ഉണ്ടായി, അതിൻ്റെ അകത്തുമില്ല. 12 ഒരു പുസ്തകം ഉണ്ടായി, അതിലുമില്ല. അങ്ങനെ അക്കാലത്തുണ്ടായ പുസ്തകങ്ങളിലൊന്നും ഗുരുദേവൻ ശിഷ്യനാകുന്നില്ല. എന്നാൽ 1916 ഗുരുദേവൻ്റെ ഷഷ്ടിപൂർത്തി വന്നപ്പോൾ കുമാരനാശാൻ ഗുരുദേവൻ്റെ ലഘു ജീവചരിത്രം എഴുതി പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഇക്കാലത്ത് സ്വാമിതൃപാദങ്ങൾ കുഞ്ഞമ്പിള്ള ചട്ടമ്പി എന്നുള്ള മഹാനെ കാണുകയും അദ്ദേഹവുമായി തൈക്കാട്ടയ്യാവിൻ്റെ അടുത്ത് പോയി യോഗവിദ്യ ശീലിക്കുകയും ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായ ഒരു പന്നിശ്ശേരിയിൽ നാണുപിള്ളയുണ്ടായിരുന്നു. ആ പന്നിശ്ശേരിയിൽ നാണുപിള്ള ഒരു ലേഖനം എഴുതി പ്രസിദ്ധപ്പെടുത്തി. ആ ലേഖനത്തിൽ
നാണുഗുരുവോ കുമാരനാശാനോ ഇതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. നാണുഗുരുവോ കുമാരനാശാനോ ഇതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് നവമഞ്ജരി എന്നൊരു കൃതി ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. ആ നവമഞ്ജരി തുടങ്ങുമ്പോൾ ശിശുനാമ ഗുരുരാജ്ഞ കരോമി ശിരസാവഹൻ എന്നൊരു പദ്യമുണ്ട്. ശിശുനാമ ഗുരു എന്ന് പറഞ്ഞാൽ ശിശു കുഞ്ഞൻ പിള്ള ചട്ടമ്പി ശിശുനാമ ഗുരു ഗുരുദേവൻ്റെ ഗുരുവാണെന്ന് വ്യാഖ്യാനിച്ചു. ശിശുനാമ ഗുരു എന്നുള്ളത് ഗുരുദേവന് കുഞ്ഞൻപിള്ളയെ ഗുരുവായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ് ശിശുനാമ ഗുരു എന്ന് എഴുതിയത്. ഒരു തെളിവ്. പിന്നെ മറ്റൊരു തെളിവ്, ഒരു ഊഞ്ഞാൽപ്പാട്ടക്കാലത്ത് ശ്രീനാരായണ പരമഹംസ ചരിതം ഊഞ്ഞാൽപ്പാട്ട് ഒരു KC കുഞ്ഞൻ വൈദ്യൻ എഴുതി. ഈഴവനാ കുഞ്ഞൻ വൈദ്യൻ. കുഞ്ഞൻ വൈദ്യൻ എഴുതിയ കവിതയിൽ ഇക്കാലത്ത് സ്വാമി ചട്ടമ്പിസ്വാമിയായി സഞ്ചരിക്കുകയും ചട്ടമ്പിസ്വാമിക്ക് ശിഷ്യപ്പെട്ട് പഠിക്കുകയും ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ തെളിവ് അവതരിപ്പിച്ചു. മൂന്നാമതായിട്ട് ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യൻ നീലകണ്ഠതീർത്ഥപാദ ഒരു പുസ്തകം എഴുതി. അതിന് അവതാരിക എഴുതിയിരിക്കുന്ന ചട്ടമ്പിസ്വാമിയാണ്. ആ അവതാരികയിൽ ചട്ടമ്പിസ്വാമി എഴുതിയിട്ടുണ്ട്, എൻ്റെ പ്രഥമ ശിഷ്യൻ നാണുഗുരു ക്ഷേത്രപ്രതിഷ്ഠാദി സംരംഭങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ദ്വിതീയ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥർ ഇതേപോലെ ഗ്രന്ഥം എഴുതിയത് നന്നായി. അപ്പോൾ പ്രഥമ ശിഷ്യൻ ഗുരു സ്വാമി ഇങ്ങനെ ചെയ്തിരിക്കുന്നുവെന്ന് ചട്ടമ്പിസ്വാമി തന്നെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഗുരുദേവൻ ശിഷ്യനാണ്. ഇങ്ങനെ നിരവധി തെളിവുകൾ വെച്ചുകൊണ്ട് ഇതിനൊരു മറുപടി നാണുഗുരുവോ കുമാരനാശാനോ പ്രസിദ്ധപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഗുരുദേവൻ മറുപടി പറയാനൊന്നും പോയില്ല. ഗുരുദേവൻ ഈ വാദപ്രതിവാദമൊന്നുമില്ല. ഏത് ഭാഗത്തു നിന്ന് എന്ത് പറഞ്ഞാലും ഗുരുദേവൻ കണ്ണടച്ചങ്ങ് വിടുകയുള്ളൂ. കുമാരനാശാൻ മറുപടി എഴുതി. അതിനെ നിഷേധിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതി. അതോടുകൂടി വാദപ്രതിവാദം ആരംഭിച്ചു. പിന്നീട് ഗുരുദേവനെ ശിഷ്യനാക്കിക്കൊണ്ട് നിരവധി തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചു. അതിനാവശ്യമായ കള്ളപ്രമാണങ്ങളെല്ലാം എഴുതിയുണ്ടാക്കി. കുൽസിതമായ പ്രചരണങ്ങളെല്ലാം വ്യാപകമായി അവർ നടത്തി. ഇതിനിടയ്ക്ക് ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും തമ്മിൽ ഒന്നിച്ച് കണ്ടുമുട്ടി പ്രാക്കുളത്ത് വെച്ച്. ഇപ്പം ചട്ടമ്പിസ്വാമിയും ഗുരുദേവനും ഇങ്ങനെ ഇരുന്നപ്പോൾ രണ്ടുപേരും ഒരു കസേര ഇരിക്കുക. അന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. അവിടെ ഇരുന്നപ്പോൾ ഫോട്ടോഗ്രാഫറെ വിളിച്ചു. ഫോട്ടോഗ്രാഫ് വന്നപ്പോൾ പെട്ടെന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായർ പ്രമാണിമാർ ഈ ചട്ടമ്പിസ്വാമിയുടെ വലത്ത് വെച്ച് ഒരു കസേരയും കൂടെ ഇട്ടിട്ട് ഒരു സ്വാമിയെ ചട്ടമ്പിസ്വാമിയുടെ മറ്റൊരു ശിഷ്യനെ അവിടെ ഇരുത്തി. അപ്പോൾ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി നടുക്കും, രണ്ട് ശിഷ്യന്മാരപ്പുറത്തും ഇപ്പുറത്തും. അങ്ങനെ ഫോട്ടോ ഒന്ന് അടിച്ചു. അതും ഗുരുദേവനെ ശിഷ്യനാക്കി. അത് കഴിഞ്ഞ് പിന്നീട് ചട്ടമ്പിസ്വാമി സമാധിയായപ്പോൾ ഗുരുദേവൻ 2 പദ്യം എഴുതി. ആ പദ്യത്തിൽ ഒന്നിൽ സദ്ഗുരു ശുഗവത്മന എന്നൊരു പ്രയോഗമുണ്ട്. സദ്ഗുരു സമാധിയായി. അപ്പോൾ സദ്ഗുരു ആയതുകൊണ്ട് ഗുരുദേവൻ്റെ ഗുരു എന്നുള്ള അർത്ഥത്തിലാണ് സദ്ഗുരു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും തെളിവായി. അങ്ങനെ നിരവധി തെളിവുകൾ അവതരിപ്പിക്കുവാൻ അവർക്ക് പിടിവള്ളികൾ കിട്ടി. അവർ സ്ഥാപിച്ചു. 1924 ചട്ടമ്പിസ്വാമി സമാധിയായി. 1928 ഗുരുദേവൻ സമാധിയായി. 1936 ചട്ടമ്പിസ്വാമിയെക്കുറിച്ചൊരു ബൃഹത് ഗ്രന്ഥം ഉണ്ടായി. ഒരു 10-600 പേജുള്ളൊരു ഗ്രന്ഥം.
വലിയ സൈസാണ്, ഒരു മാസിക ടൈപ്പിൽ വരുന്നൊരു വലിയ പുസ്തകം. അതിൻ്റെ 1-ാം ഭാഗം ചട്ടമ്പിസ്വാമിയുടെ ജീവചരിത്രം, 2-ാം ഭാഗം ചട്ടമ്പിസ്വാമിയുടെ മാഹാത്മ്യം, 3-ാം ഭാഗം ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യന്മാർ, 4-ാം ഭാഗം ചട്ടമ്പിസ്വാമിയുടെ സ്മരണകൾ. ഇതാണ് ഇതിൻ്റെ അകത്തെ ഉള്ളടക്കം. എന്നാൽ ഈ 4 ഭാഗത്തും ഒരേപോലെ എഴുതി നിറച്ചിരിക്കുന്നത് ഗുരുദേവൻ എന്നുള്ള ശിഷ്യനെക്കുറിച്ചാണ്. ചട്ടമ്പിസ്വാമിയുടെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഗുരു, ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു. ചട്ടമ്പിസ്വാമിയുടെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു എന്നുള്ള മാഹാത്മ്യം. ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ശിഷ്യൻ. ചട്ടമ്പിസ്വാമിയെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ശിഷ്യൻ. ഈ പുസ്തകം എഴുതി നിറച്ചിരിക്കുന്നത് മുഴുവൻ ഗുരുദേവനെ ശിഷ്യനാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ വലിയ പുസ്തകം. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് സ്മരണകൾ ഞാൻ വായിച്ചത് ഇപ്പോൾ ഒരു 48 വർഷമായി. അന്ന് വായിച്ചപ്പോൾ കുറേ സ്മരണകൾ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ എഴുതിയിരിക്കുക. സൂണാനഗിരി സ്വാമി ഗുരുദേവൻ്റെ ആദ്യത്തെ ഗൃഹസ്ഥ ശിഷ്യയായിരുന്നു പിച്ചമ്മാൾ എന്ന് പറയും, പേട്ടയിൽ പിച്ചമ്മാൾ. പി പരമേശ്വരൻ ഡോക്ടർ പൽപ്പുവിൻ്റെ ജ്യേഷ്ഠൻ. കരുവ കൃഷ്ണനാശാൻ സാനുഭവഗീതി ഗുരുദേവൻ്റെ നാവിൽ നിന്ന് രചിച്ചെടുത്ത കരുവ കൃഷ്ണനാശാൻ. ഇങ്ങനെ ഒരു പറ്റം ഗുരുദേവ ശിഷ്യന്മാർ ഇതിൻ്റെ അകത്ത് ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ ലേഖനത്തിലെല്ലാം ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ ശിഷ്യന്മാരെഴുതിയ ലേഖനങ്ങളിലും ഗുരുദേവൻ ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനാണെന്ന് കിടപ്പുണ്ട്. കുറ്റിയിടണ്ട കേട്ടോ, അത് തുറന്ന് കിടക്കട്ടെ. ഗുരുദേവൻ ശിഷ്യനാണെന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ആധികാരികമായ തെളിവുകൾ വളരെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഗുരുദേവൻ ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനാണെന്ന് അവർ അത് ഭംഗിയായി ഗംഭീരമായി സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ് പ്രസിദ്ധപ്പെടുത്തുന്ന പുസ്തകങ്ങളിൽ ഗുരുദേവൻ ചട്ടമ്പിയുടെ ശിഷ്യനാണ്. വിശ്വവിജ്ഞാന കോശത്തിലും കേരള സാഹിത്യ അക്കാദമിയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ തന്നെ പല പ്രസിദ്ധീകരണങ്ങളിൽ ഇതിലെല്ലാറ്റിലും ഗുരുദേവനെ ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനാക്കി അവതരിപ്പിക്കുന്നുണ്ട്. സ്കൂളിലെ തന്നെ പാഠ്യപദ്ധതിയിൽ ഗുരുദേവനെ ചട്ടമ്പിയുടെ ശിഷ്യനാക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ ഇംഗ്ലീഷിലുള്ള ഗുരുദേവനെക്കുറിച്ചുള്ളൊരു പാഠം, ആ പാഠത്തിലും ഗുരുദേവൻ ശിഷ്യനാണ്. അപ്പോൾ ഇത് വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആധികാരികമായ തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ ഇതിനെ നിഷേധിക്കാൻ പറ്റും? ഞാൻ ആ സബ്ജക്റ്റിനെക്കുറിച്ച് വളരെ ഗാഢമായി ചിന്തിക്കുകയും നന്നായി പഠിച്ച് മനസ്സിലാക്കി 1982 മുതൽ ഈ വാദം എവിടെയെങ്കിലും വായിച്ചാൽ അപ്പം മറുപടി എഴുതും. ഞാൻ എഴുതുന്ന മറുപടിക്ക് അവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എഴുതുന്ന യുക്തിയെ ഖണ്ഡിച്ചെഴുതാൻ അവർക്ക് പറ്റുന്നില്ല. അവർ പിന്നെയും എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ മറുപടി എഴുതും. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെടുത്ത ഭാഗങ്ങളെല്ലാം ഞാൻ മറുപടി എഴുതിയിട്ടുണ്ട്. ഈ വലിയ ബൃഹത് ഗ്രന്ഥം 4 ഭാഗമുള്ള ഗ്രന്ഥം ഗുരുദേവൻ്റെ ശിഷ്യന്മാർ പോലും എഴുതിയിരിക്കുന്നു. ചട്ടമ്പിയുടെ ശിഷ്യനാണ്. അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ അക്കാലത്ത് കോട്ടയത്ത് നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ പരിവർത്തനം എന്നുള്ളൊരു പത്രം ഉണ്ടായിരുന്നു. ആ പരിവർത്തനം പത്രത്തിൽ ഒരാളൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഈ പരിവർത്തനം പത്രം എനിക്ക് യാദൃച്ഛ്യമായി കിട്ടി. ആ പത്രത്തിൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ചട്ടമ്പിസ്വാമിയെക്കുറിച്ചൊരു ബൃഹത് ഗ്രന്ഥം ഉണ്ടായി. ആ ഗ്രന്ഥത്തിൽ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ ചട്ടമ്പിയുടെ ശിഷ്യനാണ് ഗുരുദേവൻ എഴുതിയിട്ടുണ്ട്. ഈ ശിഷ്യന്മാരാരും തന്നെ
അങ്ങനെ ലേഖനം എഴുതിയിട്ടുള്ളതല്ല, അത് മുഴുവൻ വ്യാജമാണ് എന്ന് ആ കുറിപ്പിലുണ്ട്, പരിവർത്തനത്തിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കോട്ടയത്ത് നമ്മുടെ ശ്രീനാരായണ തീർത്ഥസ്വാമിയുടെ കുറിച്ച് അദ്വൈത വിദ്യാശ്രമമാണ്. ദൈവം തമ്പുരാൻ ഗുരുദേവൻ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു, ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ ഈ പറഞ്ഞ ശിഷ്യന്മാരെല്ലാം കത്ത് എഴുതി അന്ന് ശിവഗിരി മഠം സെക്രട്ടറി ആയിരുന്ന ശ്രീനാരായണ തീർത്ഥസ്വാമിക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ പുസ്തകം എഴുതിയാണ് പറവൂർ ഗോപാലപിള്ള. ഈ പറവൂർ ഗോപാലപിള്ള എന്നുള്ള വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, ഇദ്ദേഹത്തിനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇദ്ദേഹത്തിനൊന്നും എഴുതി കൊടുത്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കേണ്ടതാണ്. ഇവരെല്ലാ ശിഷ്യന്മാരും എഴുതി കൊടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര കഠിനമായിട്ടാണ് അവർ വർക്ക് ചെയ്തതെന്ന്, എത്ര മോശമായിട്ടാണ് ചെയ്തതെന്ന്. ഇവരാരും അങ്ങനെ എഴുതിയിട്ടില്ല എന്നുള്ള കത്ത് എഴുതി. ആ കത്ത് എൻ്റെ കയ്യിൽ കിട്ടി. ആ കത്തിനൊരു സത്യമുണ്ട്. ആ സത്യം എന്താണെന്ന് തെളിഞ്ഞു കിട്ടിയതിൻ്റെ കൂടെ പറയാം. 2019 വലിയ പ്രളയമുണ്ടായല്ലോ. പ്രളയമുണ്ടായപ്പോൾ എൻ്റെ പുസ്തകങ്ങളും രേഖകളും ഞാൻ ശിവഗിരി മ്യൂസിയം ഉണ്ടാക്കുമ്പോൾ അത് സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്ന അപൂർവ ചിത്രങ്ങൾ, കത്തുകളൊക്കെ അനവധി, ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു അസുഖം ബാധിച്ച് ഹെർണിയയുടെ ഒരു ഓപ്പറേഷനുമായിട്ട് നമ്മുടെ ആശുപത്രിയിലാണ്. അപ്പോൾ പെരുമഴ ആരംഭിച്ചു. ആശ്രമം 3 ദിവസം വെള്ളത്തിൽ മുങ്ങിപ്പോയി. എൻ്റെ ഒത്തിരി രേഖകളും പുസ്തകങ്ങളും റെക്കോർഡുകളും ചിത്രങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ രേഖകളൊക്കെ ഞാനൊരു കവറിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുദേവ, ഇതെല്ലാം നഷ്ടമായല്ലോ. ഞങ്ങൾക്ക് കുടക്കെ കിടന്ന് കരയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഞാൻ ഏതാണ്ട് രോഗവിമുക്തനായിട്ട് ഞാൻ നേരെ പോയത് ചാലക്കുടിക്കാണ്. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന അന്തേവാസികളൊക്കെ വേറെ അടുത്തൊരു വീട് എടുത്ത് അവിടെ താമസിക്കുക, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഭീതി, ഈ റെക്കോർഡ്, ഈ കത്തുകളൊക്കെ പോകുമല്ലോ ഗുരുദേവ. ഇതാണ്. വെള്ളം കുറച്ച് താന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആർത്തിയോട് കൂടി ഓടി കയറി. ഒട്ടുമുക്കാലും റെക്കോർഡുകളൊക്കെ നഷ്ടമായിപ്പോയി. അപ്പോൾ ഞാൻ പരതുകയാണ്, ഇതെവിടെയുണ്ട്. ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാണ് ഇട്ട് വെച്ചിരുന്നത്. ആ പ്ലാസ്റ്റിക് കവറ് ചെളിക്കിടയിൽ നിന്ന് എനിക്ക് കിട്ടി. ചെളിയിൽ നിന്നും എടുത്തപ്പോൾ അതിൽ വെള്ളം കയറിയിട്ടില്ല. അതിൽ വെള്ളം കയറിയിട്ടില്ല. അത് അതുപോലെ തന്നെ ഇരിക്കും. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇവരെഴുതിയ ഈ ലേഖനങ്ങളും ഈ കുറിപ്പുകളും ഇതെല്ലാം വെച്ചിട്ട് പുസ്തകം എഴുതണമെന്ന്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പോയിന്റ് പറയാം. കരുവാ കൃഷ്ണനാശാൻ എഴുതിയ ലേഖനമുണ്ട്. കരുവാ കൃഷ്ണനാശാൻ എഴുതിയ ലേഖനത്തിൽ, കരുവാ കൃഷ്ണനാശാൻ 1111 മരിച്ചു പോയതാണ്. 1112 ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. മരിച്ചതിന് ശേഷം കൃഷ്ണനാശാൻ്റെ പേരിൽ ലേഖനം വന്നു. മരിച്ചതിന് ശേഷം ആ ലേഖനത്തിൽ അവരെഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഇന്ന് കേരളത്തിലെ ചരിത്രകാരന്മാർ ആധികാരിക റെക്കോർഡായി ഇന്ന് സ്ഥാപിച്ചു. എന്തെന്നറിയാമോ? അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത് ചട്ടമ്പി സ്വാമി വിശ്രമിച്ചിരുന്ന സ്ഥലത്താണ്. ചട്ടമ്പിയെ ശിവനായി കണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ആ പ്രതിഷ്ഠ നടത്തിയത്. ഇതെനിക്ക് നല്ലവണ്ണം അറിയാം. ആരാ? ഗുരുദേവൻ്റെ ശിഷ്യൻ കരുവാ കൃഷ്ണനാശാൻ എഴുതിയിരിക്കുന്നു. ഇത് ചരിത്രമായി. ആളുകൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇദ്ദേഹം 11 മരിച്ചു പോയിട്ട് 12 കള്ള ഇതെഴുതി പ്രസിദ്ധപ്പെട്ടതാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ചരിത്രമായി. ഞാൻ കരുവാ കൃഷ്ണനാശാൻ്റെ വീട്ടിൽ പ്രാക്കുളത്ത് പോയി. അപ്പോൾ കരുവാ കൃഷ്ണനാശാൻ്റെ മകൻ അന്ന് മരിച്ചിട്ട് കുറേ മാസങ്ങളായി. അപ്പോൾ അവരുടെ മക്കളുണ്ട്. ഞാൻ അവരെ കാട്ടിക്കൊടുത്തു ഇങ്ങനൊരു കാര്യം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു,
വല്യച്ഛൻ 1.5 വർഷമായിട്ട് കിടപ്പായിരുന്നു. അന്ന് എഴുത്തും വായനയൊന്നും ഇല്ല, എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല, ആ രൂപത്തിൽ അവശനായിരുന്നു. അങ്ങനെ അവശനായി കിടന്നയാളാണ് 12 പുസ്തകത്തിൽ എഴുതി കൊടുത്തത്. അപ്പോൾ അതിൽ അച്ഛൻ വലിയ ദുഃഖിതനായിരുന്നു. ഈ കരുവാ കൃഷ്ണാചാര്യൻ്റെ മകൻ ഇത് വായിച്ചതിന് ശേഷം വലിയ ദുഃഖിതനായിരുന്നു. അച്ഛൻ്റെ പേരിൽ ഇങ്ങനെ തെറ്റായ വിവരണങ്ങൾ പ്രസിദ്ധപ്പെടുത്തി വലിയ വിഷമമുണ്ടായി. ഞാൻ പറഞ്ഞു അത് എഴുതിത്തരാൻ പറഞ്ഞു, അത് എഴുതി അവർ തന്ന് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന പ്രിയ സഹോദരങ്ങളെ, ഗുരുദേവനെ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനാക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമം നടന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഗുരുഭക്തരായ നിങ്ങൾ ആ വിഷയം ശാസ്ത്രീയമായി പഠിക്കണം. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സവിസ്തരമായി എഴുതി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ചട്ടമ്പി സ്വാമിയും ഗുരുദേവനുമായിട്ടുള്ള ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞ് ഗുരുദേവ ചരിത്രത്തിലെ കാണാപ്പുറങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ അത് വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പുസ്തകശാലയിൽ അത് ഉണ്ടാവും. എന്താ കൈവയ്ക്കുക, എന്താ എന്തോ വായിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം 2 മണിക്കൂർ നേരത്തെ പ്രസംഗം കിടപ്പുണ്ട്, വായിക്കണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അവർ ശിഷ്യത്വം സ്ഥാപിക്കാൻ വേണ്ടി എടുക്കുന്ന ഉദാഹരണങ്ങളിൽ ഒന്ന് ചട്ടമ്പി സ്വാമിയുടെ നീലകണ്ഠ തീർത്ഥരുടെ പുസ്തകത്തിൻ്റെ അവതാരിക ചട്ടമ്പി എഴുതി, ആ അവതാരികയിൽ എൻ്റെ പ്രഥമ ശിഷ്യനായ നാണുഗുരു എന്ന് കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ അതും ചട്ടമ്പി സ്വാമി എഴുതല്ല, ചട്ടമ്പി സ്വാമിയുടെ പേര് വെച്ച് ഇവന്മാരെഴുതുക. അതിനെന്താ തെളിവ്? അക്കാലത്ത് ഈ പുസ്തകത്തിനെ കുറിച്ച് ചർച്ചയാണ്. ആ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തുകുത്തുകൾ, ആ എഴുത്തുകുത്തുകളെല്ലാം കൂടെ ചേർത്ത് അവർ ഈ നീലകണ്ഠ തീർത്ഥൻ, ചട്ടമ്പി സ്വാമിയുടെ ആദ്യത്തെ ശിഷ്യനാണ് നീലകണ്ഠ തീർത്ഥർ. നീലകണ്ഠ തീർത്ഥർ ആണ് ആദ്യം സമാധിയായത്. ചട്ടമ്പി സ്വാമിക്ക് മുമ്പ് സമാധിയായി നീലകണ്ഠ തീർത്ഥൻ. നീലകണ്ഠ തീർത്ഥൻ്റെ ജീവചരിത്രം 2 വാള്യമായിട്ട് എഴുതി. നീലകണ്ഠ തീർത്ഥ ചര്യാമൃതം എന്ന പേരിൽ 2 വാള്യം, ഒരു വാള്യത്തിൽ ഒരു 1500 പേജുണ്ട്. അങ്ങനെ സവിസ്തരമായിട്ട് അവരൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചു. പക്ഷെ അതിനകത്ത് അറിയാതെ അവർക്ക് സത്യം വെളിപ്പെടണമല്ലോ, അതിനകത്ത് ഇവന്മാർ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച ആ കത്തുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ കത്തുകളെല്ലാം ഈ പുസ്തകത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ കത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, നായന്മാർക്ക് ഒരാചാര പദ്ധതിയില്ല. ഈ പുസ്തകത്തിൻ്റെ പേര് ആചാര പദ്ധതി എന്നാണ്. അങ്ങ് ധൈര്യമായി എഴുതണം, നല്ല രീതിയിലുള്ള ആചാര പദ്ധതി അത് എഴുതണം. പിന്നെ മറ്റുള്ളവർക്ക് വശംവദനായി തീർന്നതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള കുറവ്. പിന്നെ അതിന് മറുപടി, അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കുന്നു, അങ്ങ് ആരെയും ഭയപ്പെടേണ്ട, ധൈര്യമായും എഴുതിക്കൊള്ളുക, മുഖവരിയിൽ വേണ്ടത് ചെയ്തു കൊള്ളാം. മുഖവരിയിൽ വേണ്ടത് ചെയ്തു കൊള്ളാം. ഞാൻ ആ ലേഖനത്തിൽ അതുപോലെ തന്നെ പ്രസിദ്ധപ്പെടുത്തി. അത്ര കള്ളമാണ് അവരെന്നിൽ കാട്ടിവെച്ചത്. പിന്നെ ചട്ടമ്പി സ്വാമി സമാധിയായപ്പോൾ ഗുരുദേവൻ സദ്ഗുരു സമാധിയായെന്ന് എഴുതിയെന്നാണ് അടുത്ത തെളിവ്. ഈ സദ്ഗുരു എന്ന് പറഞ്ഞാൽ അന്ന് ചട്ടമ്പി സ്വാമിയുടെ പേര് സദ്ഗുരു എന്നാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മജി എന്ന് വിളിക്കും, സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിക്കും, നെഹ്റുവിനെ പണ്ഡിറ്റ്ജി എന്ന് വിളിക്കും. അതുപോലെ ചട്ടമ്പി സ്വാമിയെ അന്ന് വിളിച്ചിരുന്നതാണ് സദ്ഗുരു. ചട്ടമ്പിയുടെ ആദ്യത്തെ ജീവചരിത്രം ഇറങ്ങിയപ്പോൾ അതിൻ്റെ പേര് സദ്ഗുരു ചരണാഭരണം എന്നാണ്. അല്ലാണ്ട് ചട്ടമ്പി സ്വാമി ചരിതമെന്നല്ല, സദ്ഗുരു ചരണാഭരണം. ചട്ടമ്പി സ്വാമിയെക്കുറിച്ചൊരു മാസിക ഇറങ്ങി, ആ മാസികയുടെ പേര് സദ്ഗുരു എന്നാണ്. ആ സദ്ഗുരു എന്നുള്ളത് ചട്ടമ്പി സ്വാമിയുടെ വിളിപ്പേരാണ്. അത് വെച്ചാണ് ഗുരുദേവൻ ആ കൃതിയിൽ സദ്ഗുരു സമാധിയായി എന്നെഴുതിയത്. വ്യക്തമായി ഞാൻ എഴുതി കൊടുത്തു,
ഭാഷാ ഭവിഷ്യന് വലിയ ചർക്ക വന്നപ്പോൾ ഞാനിതെല്ലാം കാട്ടിക്കൊണ്ട് മറുപടി എഴുതി. ഇതിൻ്റെ ഒരു മറുപടി തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ എഴുതിയപ്പോൾ അതോടുകൂടി എഴുത്ത് നിർത്തിയമാരുടെ പിന്നെ എഴുതിയിട്ടില്ല. ഇത് മറുപടി പറയണ്ടേ? അതുകൊണ്ട് ഗുരു ശിഷ്യ ബന്ധം വെറും കൽപ്പിത കഥയാണ്. അത് വ്യക്തമായി നിങ്ങൾ പഠിച്ചു വെക്കണം. വ്യക്തമായി നല്ല സൂക്ഷ്മമായി പഠിച്ചാലേ മനസ്സിലാകൂ. അല്ലെങ്കിൽ അവർ പറയുന്ന യുക്തികൾക്ക് മറുപടി പറയാൻ പറ്റാതെ വരും. വ്യക്തമായി പഠിച്ചതിന് മറുപടി പറയണം. നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ഏതെങ്കിലും പത്രങ്ങളിലോ മാസികയിലോ, ഇപ്പം ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം വന്നാൽ ഉടൻ തന്നെ പത്രങ്ങളിലെല്ലാം ഗുരുദേവൻ ശിഷ്യരാന്ന് എഴുതും. അപ്പോൾ തന്നെ തിരിച്ചവർക്ക് എഴുതി കൊടുക്കണം. പത്രങ്ങളെല്ലാം ഒന്നും വരുത്തണം. നിങ്ങൾ ചട്ടമ്പിയുടെ സമാധിക്കോ ജയന്തിക്കോ വരുന്ന പത്രങ്ങളെല്ലാം നമ്മൾ നോക്കണം. ഏതെങ്കിലും പത്രത്തെ ഗുരുദേവനെ ശിഷ്യനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മറുപടി കൊടുക്കണം. ശക്തമായി പ്രതികരിക്കണം. എവിടെ വാർത്ത വന്നാലും എവിടെ ന്യൂസ് വന്നാലും എന്ത് ഗുരുദേവനെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയോ അപ്പം നമ്മൾ പ്രതികരിച്ചിരിക്കണം. പ്രതികരണ ശേഷിയുള്ളവരാകണം. ഇതാ യൂത്തനാണെന്നെങ്കിൽ ഇരിക്കുന്നു. ഇവരൊക്കെ യൂത്തന്മാരൊക്കെ മൂത്തു പോയിരിക്കുക. ഒരു പ്രതികരണ ശേഷിയില്ല. സത്യം ശരിക്കും അറിയാത്തതുകൊണ്ടായിരിക്കും പ്രതികരിക്കാതെ. നമുക്കറിയത്തില്ലല്ലോ അതാണെന്ന്. ഈ ഗുരു ചട്ടമ്പി തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്രയുണ്ട്? 2 വയസ്സ്. അപ്പൊ എങ്ങനെ ഒരിക്കലും ആവത്തില്ല. മതിയല്ലോ. ഞാനൊരു ലേഖനം വായിച്ചായിരുന്നു. നമ്മുടെ ശിവഗിരിയിലേക്ക് അയ്യാഗുരു സ്വാമിയുടെ മകൻ ഒരു കത്തയച്ചതായി. അത് ഞാൻ പ്രശ്നപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് രണ്ടും അതെ, അതൊക്കെ യുക്തിയായിട്ട് പ്രശ്നപ്പെടുത്തി. അയ്യാവിൻ്റെ മകന് എഴുതിയിട്ടുണ്ട്. ചട്ടമ്പി ആണ് ഗുരുദേവനെ കൂട്ടിക്കൊണ്ട് വന്നത്. ചട്ടമ്പി 7 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഉപദേശം നൽകിയത്. യോഗ്യത അനുസരിച്ചാണ് ഗുരു ശിഷ്യന് ഉപദേശം നൽകുന്നത്. ഇദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായിരുന്നില്ല. 7 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഉപദേശം നൽകിയത്. ഗുരുദേവൻ ചെന്ന ഉടൻ തന്നെ ഗുരുദേവൻ ഉപദേശം നൽകി. ഇനി ഗുരുദേവനെ ഇദ്ദേഹം ചട്ടമ്പി ആശാൻ എന്ന് വിളിച്ചിരുന്നു. ഗുരുദേവൻ തിരിച്ച് ചട്ടമ്പി എന്നും വിളിച്ചിരുന്നു. അപ്പോൾ ആരാ ഗുരു? ഇതിന് ഏറ്റവും നല്ല മറുപടി കൊടുത്തത് നമ്മുടെ സുവർണകുമാറാണ്. കൊല്ലത്തുള്ള സുവർണകുമാറുണ്ടല്ലോ, സുവർണകുമാർ നല്ല മറുപടി കൊടുത്തു. ചട്ടമ്പി സ്വാമിയുടെ പടം കൊടുത്തിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യൻ ചട്ടമ്പി സ്വാമികൾ എന്ന് തിരിച്ചടിച്ചു. അതിൻ്റെ വാസ്തവത്തിൽ വളരെ യുക്തിഭദ്രമായിട്ട് അവന്മാർ സ്ഥാപിച്ചെടുക്കുമ്പോൾ നമ്മളിൽ ശക്തമായ പ്രതികരണ ശേഷി ആ കാര്യത്തിലുണ്ടാകണം. ഏത് പുസ്തകത്തിൽ എവിടെ ഏത് പത്രത്തിൽ ഒരു ന്യൂസ് വായിച്ചോ അപ്പം തന്നെ എഴുതി അയക്കണം, പ്രതികരിച്ചിരിക്കണം. തിരുത്തി ഞങ്ങൾ എത്ര പ്രാവശ്യം എഴുതി, പത്രങ്ങളിലൊക്കെ എഴുതി. എന്തൊക്കെ പത്രങ്ങളിലൊക്കെ എഴുതി, ശിവഗിരി മാസികയിൽ എഴുതി. ഇപ്പം ശിവഗിരി മഠത്തിൽ നിന്ന് ഗുരുദേവൻ ശിവഗിരി ഗുരുദേവ കൃതികൾ നേരത്തെ 63 കൃതികളായിരുന്നു. ഇപ്പം 76 കൃതികളുണ്ട്. ആ ബാക്കി കൃതികൾ ഞാൻ തന്നെയാണ് കണ്ടെടുത്തതും പ്രസിദ്ധപ്പെടുത്തിയതും. ഇപ്പം 76 കൃതികളുണ്ട്. ആ കൃതിയിൽ ഈ മാമിത് ഈ മാണിതെന്നുള്ളതിൻ്റെ വ്യത്യാസവും കൊടുത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പം പ്രസിദ്ധപ്പെടുത്തിയതുകൊണ്ട് അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ. അതെ അതെ. തിരുത്തണം. ഇനി അടുത്ത വിഷയം എന്തോ 76. ഓ, അരിയപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഗുരുദേവനെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, ഞാൻ ഈഴവശിവനെ പ്രതിഷ്ഠിച്ചെന്നാണോ നമ്മുടെ ശിവനെ പ്രതിഷ്ഠിച്ചെന്നാണോ? അത് പ്രചാരം നേടിയിട്ടുള്ളത് ഈഴവശിവനെ പ്രതിഷ്ഠിച്ചു എന്നാണ്. എന്നാൽ ഗുരുവിൻ്റെ ശൈലി അനുസരിച്ച് നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്ന് പറയാനാണ് സാങ്കത്യമെന്നാണ് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനന്ന് പണ്ട് ഇവിടെ ബാലകൃഷ്ണൻ നായർ സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാലകൃഷ്ണൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് നമ്മുടെ ശിവനെയാണെന്ന് പറയുന്നതാണ് ശരി.
ശാശ്വതിയാൻ സ്വാമി അങ്ങനെ ലേഖനം എഴുതിയിട്ടുണ്ട്, നമ്മുടെ ശിവനെയാണ് എന്നാ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശിവഗിരി മഠം, ഗുരുധർമ്മ പ്രചരണ സഭ നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് തന്നെ തീർച്ചയാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഈഴവ ശിവൻ ആണ്, അങ്ങനെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് പ്രചാരം നേടിയിട്ടുണ്ട്. ഗുരുവിൻ്റെ ദർശനം അനുസരിച്ചും ജീവിതം അനുസരിച്ചും നോക്കുമ്പോൾ നമ്മുടെ ശിവനെ എന്ന് പറയാനാണ് സാധ്യത. ഇനി വേറെന്താണ് പറയാനുള്ളത്? ആ, അദ്ദേഹം പറയുന്നത് ഈ വയൽവാരം വിട്ട് അല്ല ഗുരുവിന്റെ നാളെ കുറച്ചുകൂടെ ഒരു സമ്പത്തൊക്കെ ഉള്ള എന്തൊരു ഇതാണ്. ഈ ബിപിൻഷയൊക്കെ വിവരം കെട്ട ആളുകളാണ് കേട്ടോ. ഈ ബിപിൻഷയൊക്കെ ഞാൻ എൻ്റെ കൂടെ വന്ന് ക്ലാസ് ആയിരുന്നു, 10-15 ദിവസം പഠിച്ചതാ. ഞാനിതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ വെളിയിൽ വന്ന് വായി തോന്നൊക്കെ പറയാം, പ്രസംഗം എന്ന് പറഞ്ഞ്. ഗുരുദേവനെ ചെമ്പഴന്തിയിൽ ഗുരുദേവൻ്റെ തറവാടുകാർക്ക് 3 കിലോമീറ്റർ ദൂരത്തിൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ പുള്ളി പ്രസംഗിച്ചിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ കേട്ടില്ല? 3 കിലോമീറ്റർ ദൂരത്തിൽ ഗുരുദേവന് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. നാളികേരം ഇട്ട് തുടങ്ങിയാൽ തീരത്തില്ല. ഗുരുദേവൻ്റെ കുടുംബം എന്ന് പറയുന്നത് വലിയ ധനാഢ്യന്മാരുടെ കുടുംബമല്ല. ഗുരുദേവൻ്റെ കുടുംബം ഒരു ഇടത്തരം കുടുംബമാണ്. ഗുരുദേവനൊരു ആ കുടുംബത്തിനൊരു 800 മാടനാശാനൊരു 800 പറ നിലമുണ്ടായിരുന്നു. മാടനാശാന് 800 പറ നിലമുണ്ടായിരുന്നു. ഇതല്ലാതെ ആ കുടുംബത്തിന് സമൃദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പറയുന്ന രീതിയിൽ ഈ ബിപിൻ ഷാ പറയുന്ന പോലെ 3 കിലോമീറ്റർ ദൂരത്തിൽ സ്വത്തുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് വെറും കൽപ്പനയാണ്. ഇപ്പം സ്വാമിയാണ് ചെമ്പഴന്തി ചാർജ്. സ്വാമിയോട് ചോദിച്ചാൽ സവിസ്തരമായി പറയും. അതെല്ലാം സ്വാമി നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ചെമ്പഴന്തിൽ അമ്മമാർക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ശരിയാണ്. ഗുരുദേവന് വലിയ തറവാട് വീടുണ്ടായിരുന്നു. ആ വീട് നശിച്ചു പോയി. ഇന്ന് കാണുന്നത് പ്രസൂതി ഗൃഹമാണ്. സ്ത്രീകൾ ഒഴിഞ്ഞു മാറി താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ മുറിയാണ്. അതിപ്പോഴും ഉണ്ട്. യഥാർത്ഥ വീട് പോയി. അത് സത്യമാണ്. അതെ, പണ്ഡിതന്മാരായി. ശരി, ഇനി അടുത്ത ക്ലാസ് സ്വാമി, നമ്മുടെ ജനറൽ സെക്രട്ടറി സ്വാമി ശുഭങ്കൻ സ്വാമിയാണ് അടുത്ത ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും സ്വാമിയുടെ ക്ലാസ് ശ്രദ്ധിക്കുക.